ഹലോ 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 ചെക്ക് 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 കേൾക്കുന്നുണ്ടോ? ഹലോ, ഓഡിയോ ക്ലിയറാ? ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ, ടെസ്റ്റ് 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 ടെസ്റ്റ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഗൈസ്, ഇല്ല സോങ് ഒന്നും ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതങ്ങനെ നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ലൈവല്ല ഇന്ന്. അപ്പോൾ പാട്ടൊന്നും ഇട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ലൈവല്ല. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഗ്യാങ്ങിലുള്ള കുറച്ച് അപ്ഡേറ്റ്സ്, എം ആർ സിൻ്റെ മാനേജ്മെൻറ്റ് അറിയിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോകും. ഓക്കെ, ഇന്നൊരു എൻ്റർടൈനിങ് ലൈവ് ആരും പ്രതീക്ഷിക്കേണ്ട. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, എന്താ സീൻ, വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. വെറുതെ ചോദിക്കുന്നതായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയില്ല. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ, അവൻ ഒരു ഇൻ്റർവ്യൂവിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കുളിസീനെത്തി നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് പറഞ്ഞു. അതെല്ലാവരെയും ബാധിച്ചു, ഗ്യാങ്ങിലെല്ലാവരെയും ബാധിച്ചു. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, MRG എൻ്റെ സ്വന്തം ഇതല്ല, കമ്പനിയല്ല. MRG എന്ന് പറഞ്ഞാൽ 6-7 വർഷമായിട്ട് ഈ ഗെയിമിംഗ് ഫീൽഡിലുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷനാണ്. ഓക്കെ, അപ്പോൾ അവർ ഒരു തീരുമാനം എടുത്താൽ എനിക്കതിൽ എത്രത്തോളം എനിക്ക് ഇടപെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്, ആ സ്ക്രിപ്റ്റും അങ്ങനത്തെ ഇതുപോലെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, സ്ക്രിപ്റ്റ് അല്ല ഇത്, ഞാൻ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഓൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനോ അങ്ങനെ ഞാൻ വന്നതല്ല. ഓക്കെ, സ്ക്രിപ്റ്റ് അല്ല ബ്രോ, അങ്ങനെ പറയല്ല ബ്രോ, ഇത് സീരിയസ് കാര്യമാണ്. ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇത്രയും ആൾക്കാർ, നമ്മൾ ഈ ഗ്യാങ്ങിലുള്ള 8 പേര് ഇത്രയും ഇപ്പം കഴിഞ്ഞ എത്രയോ കാലമായിട്ട് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. എല്ലാവർക്കും ഒരു നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ, ഞാൻ പണ്ട് ചെയ്ത ഇതെല്ലാം മായ്ച്ച് കളഞ്ഞ് എല്ലാവർക്കും നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഒരാൾ കാരണം ഇങ്ങനെ എല്ലാവർക്കും ചീത്തപ്പേര് വരുവാണെങ്കിൽ പിന്നെ അവിടെ വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, ജസ്റ്റ് ഒരു പോളെടുപ്പ്, ഒരു വോട്ടെടുപ്പ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു പോള് ഞാനിടും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ മമ്മുന കിക്ക് ചെയ്യണമെന്ന് പറയുന്നവർ കിക്ക് ചെയ്യണമെന്ന് പറയാം, അല്ലെങ്കിൽ മമ്മുന ഒരു ചാൻസും കൂടി കൊടുക്കണം എന്ന് പറയുന്നവർ അത് പറയാം. ചാൻസ് കൊടുക്കാനൊന്നും ആരും പറയുന്നില്ല, വളരെ കുറവാണ്, ആരും പറയുന്നില്ല, വളരെ കുറവാണ്. പിന്നെ മാനേജ്മെൻറ്റ് എന്നോട് നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് ഇരുന്നപ്പോൾ ഇങ്ങനെ ഓഡിയൻസിൻ്റെ ഇതും കൂടിയും അഭിപ്രായം കൂടി ചോദിച്ചിട്ട് നോക്കി ചെയ്തോ എന്നുള്ള ഒരു സംഭവം വന്നിട്ടുള്ളത്. ഓക്കെ, കിക്ക് കൂടുതൽ എല്ലാവരും കിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ സംഭവം തന്നെയാടാ. അതായത് പക്ഷെ മമ്മു പറയുന്നതെന്ന് വെച്ചാൽ, ഇവൻ ഇൻ്റർവ്യൂക്കാർ അവിടെ നിന്ന് എന്തെങ്കിലും ഫണ്ണു ആണോ, എന്തെങ്കിലും കോമഡി ആക്കുന്നിട്ട് നിർബന്ധിച്ചിട്ടാണ് ഇവനിത് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഒരിക്കലും അങ്ങനെ കോമഡിക്കായ പോലെ തമാശക്കാണെങ്കിൽ പോലും ഒരിക്കലും ഇത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ ആ പഴയ ക്യാരക്ടർ വിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഒരു നെഗറ്റീവ് പോലും ഒരു തരത്തിലും ഗ്യാങ്ങിനെ MRCനെ എന്നെ ബാധിക്കുന്ന ഒരു മോശം ഇതും ഞാനിവിടെ ടോളറേറ്റ് ചെയ്യാത്തതാണ്. ഓക്കെ, പിന്നെ ഒരു ചാൻസ് കൂടി കൊടുക്കുന്ന വരുന്നവരോട് എങ്ങനെയും എടാ അത് എൻ്റെ കയ്യിലല്ല. ഓക്കെ, ഇത് എൻ്റെ തീരുമാനമല്ല, ഇത് MRC എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനി അല്ല, ഇതിൻ്റെ ഓണർ ഞാനല്ല, മനസ്സിലായോ? ഇതിനൊരു മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് കേൾക്കാൻ എനിക്ക് വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, വാട്ട് ഈസ് ദ ഇഷ്യൂ വി റിയലി ഡോണ്ട് നോ എന്നാ ഇഷ്യൂ. ആരെങ്കിലും റിയാക്ട് ചെയ്ത ക്ലിപ്പ് ഒന്ന് പറഞ്ഞേ. കുറേ ആൾക്കാർ, എൻ്റെ മോനെ എത്ര ആൾക്കാരാ റിയാക്ട് ചെയ്തല്ലേ, എത്ര ആൾക്കാർ ഇത് കാത്തിരിക്കുന്ന ആൾക്കാരല്ലേ. അല്ല അധികം കൂടുതലും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആൾക്കാർ തന്നെയാണ് റിയാക്ട് ചെയ്തത്. പക്ഷെ ചില ആൾക്കാർ സമയത്തിന് കാത്തിരുന്നിട്ടുണ്ട്. അത് ഞാൻ പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു ബാഡ്, ഇത് എന്നെ സംബന്ധിച്ച് ഒരു ബാഡ് സംഭവം വരാൻ കാത്തിരുന്ന ആൾക്കാരുണ്ട്. അത് എനിക്ക് മനസ്സിലായത്, അത് കറക്റ്റ് എനിക്ക് ഇതിലൂടെ എനിക്ക് മനസ്സിലായി. അത് നന്നായി, ഒരു കണക്കിന് അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, പക്ഷെ കൂടുതലും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആൾക്കാർ, അതായത് അവർ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണെന്നുള്ളത് അവർക്കറിയാം.
ഓക്കെ. അതുകൊണ്ട് വഫ ഹുസൈൻ ഓളാന്നല്ല, ഇത് ആദ്യം വഫ ഹുസൈൻ അല്ല, വഫ ഹുസൈനാണ് ഇത് ആദ്യം റിയാക്ട് ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടിട്ടുമില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഈ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നത് ഒരാഴ്ച മുന്നെയാണ്. അതായത് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുന്ന ഫുൾ ടയേർഡായി തിരിച്ച് വീട്ടിലേക്ക് ഉറങ്ങാന്നുള്ള ലെവലിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ 1 മണിക്കൂർ കിട്ടുമെന്ന് ചോദിച്ചപ്പം ഈ ഇൻ്റർവ്യൂക്ക് ഈ വെറൈറ്റി മീഡിയൻ്റെ ഓഫീസിൽ വെറൈറ്റി മീഡിയൻ്റെ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും വണ്ടി കിടന്ന് ഉറങ്ങായിരുന്നു. മമ്മൂന ഈ സ്റ്റുഡിയോയിലേക്ക് ഇൻ്റർവ്യൂക്ക് അയച്ചു, ഞാനും കൂടെ പോയി. ഇവനാടെ ഇരുത്തി ഞാനൊന്ന് മാറിയതാണ്. ഓക്കെ. ഇവൻ ഫുൾ ടൈം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇവൻ ഏത് അണ്ണാക്കിലേക്ക് നോക്കി, ഏത് അട്ടത്തേക്ക് ഇവൻ നോക്കിയെന്ന് എനിക്കറിയില്ല. ഓക്കെ. ഞാൻ ചെയ്ത് ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഫുൾ ടൈം അവിടെ ഇരിക്കണമായിരുന്നു. ഞാൻ ഫുൾ ടൈം അവിടെ ഇരുന്നില്ല, ഞാൻ അവിടെ നിന്ന് മാറി. അതാ പ്രശ്നം. ഇൻ്റർവ്യൂ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി. ഇതെൻ്റെ സത്യം പറഞ്ഞാൽ ഇവൻ പണ്ട് കാണിച്ച മിസ്റ്റേക്ക് ആണെങ്കിൽ ഇവൻ്റെ പാരൻസിൻ്റെ പിടിപ്പ് കേടാന്ന് പറയാം. പക്ഷെ ഇവനിപ്പോൾ കാണിക്കുന്ന മിസ്റ്റേക്ക്, മമ്മു ഇപ്പോൾ കാണിക്കുന്ന മിസ്റ്റേക്ക് കംപ്ലീറ്റ്ലി എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആരെന്ത് പറഞ്ഞാലും ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെയും കൂടി Mahil FATHASHBM donated 40 രൂപ through Google Pay. Mamuk that patti avante age NDH issue in oru chance KODK. മമ്മൂക്ക് ദാറ്റ് പട്ടി അവൻ്റെ ഏജ് എന്ത് ഇഷ്യൂ ആണ് ഒരു ചാൻസ് കൊടുക്കുന്നത്. ചാൻസ് കൊടുക്കുന്ന പറഞ്ഞാൽ ഇത് എൻ്റെ തീരുമാനമല്ല. ഒരു മിനിറ്റ്, ഞാൻ സ്പീക്കറിലേക്ക് ഇടട്ടെ. സൂപ്പർ ചാറ്റ് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻ്റർവ്യൂക്ക് പോയിട്ട് നീ ഏത് അണ്ണാക്കിലേക്ക് നോക്കിയിരിക്കായിരുന്നോ? അത് നീയും കൂടി ഉത്തരം പറയേണ്ട കാര്യം. ഞാൻ കാര്യം പറയാം, ഇത് ഒരിക്കലും എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. Abdul Jasil K ഇതെല്ലാവരും റെസ്പോൺസിബിലിറ്റി. Google Pay. Mist store nice and good quality. Thank you for the 40 rupees super chat. ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ സംസാരിച്ച് അങ്ങ് പോവായിരിക്കും. ഇത് ഇങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. It's not a silly matter bro, that's why give him one chance എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഗ്യാങ്ങിലുള്ള ആൾക്കാരുടെ അഭിപ്രായം പറ. ഒരാൾക്ക് ഓരോ അഭിപ്രായം. നിങ്ങളെ സൈഡ് ആദ്യം പറ. ചാൻസ് കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു മേജർ തെറ്റാണ്. അല്ല, അവൻ ചെയ്തു സംഭവം. ഒക്കെ പണ്ട് ചെറുപ്പത്തില് ബുദ്ധിയില്ലാത്ത പ്രായത്തില് ആർക്കും എന്തും പറ്റാം. അത് നമ്മള് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അവനത് പറഞ്ഞത് അതിനെക്കാട്ടി അതാ. പിന്നെ ഇവൻ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവൻ വെറുതെ അവിടെ മാസം അടിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഈ മണ്ടൻ. അവര് രണ്ട് കുത്തി ചോദിക്കുമ്പോഴേക്ക് അവിടെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, കോമഡി ക്രിയേറ്റ് ചെയ്യണ്ടെന്നോട്ട് ഇങ്ങനത്തെ മണ്ടത്തരല്ലേ വിളിച്ചു പറഞ്ഞത്. പിന്നെ അന്ന് ഒരു മാസം മുമ്പ് ഇവനൊരു വർത്താനം പറഞ്ഞല്ലോ എന്നോട്. ഒരു മാസം മുന്നേ ഒരു ദിവസം നമ്മളിങ്ങനെ ചായ പിടിച്ച് വൈകുന്നേരം ഇരിക്കുമ്പോൾ ഈ തെണ്ടി ഒരു മാസമല്ല, ഒരു 2-3 ആഴ്ച, ഒരു മാസത്തോളായി ഒരു ദിവസം വൈകുന്നേരം ചായ പിടിച്ചോണ്ടിരിക്കും എന്നോടൊരു കാര്യം പറഞ്ഞു. നീ അത് പണ്ട് ഫേമസ് ആയത് കേസ് വന്നിട്ടല്ല ആദ്യം എല്ലാവരും പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു കേസ് പിടിച്ചാലോ എന്നുള്ള ഒരു സംഭവം ഒരു മാസം മുമ്പ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ കൈയും കാലും പിടിച്ച് ഞാൻ നന്നായിട്ട് ഉപദേശിച്ചു പോയതാ, മോനെ പബ്ലിക്കിലോ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനത്തെ വർത്താനങ്ങളോ ഒരു ഇതും പറയരുത്, വളരെ സൂക്ഷിച്ച് സംസാരിക്കണം, അങ്ങനത്തെ മൊത്തം പറഞ്ഞു കൊടുത്താ. പക്ഷെ ഇവനൊരു ഐഡിയാടാ, ഇവന് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം കുറവാ. ഇതാ പ്രശ്നം. ഇങ്ങനെ ഒരാളെ നമ്മൾ ഒന്നിച്ച് നിന്നാല് നാളെ അടുത്ത ഇതിനും വലുതാന്ന് വരുക. അല്ലെ പിന്നെ ഒരു കാര്യം ചെയ്യണം, ബായി മൂടി കെട്ടിയിട്ട് ഒരു സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളായിട്ട് കൂടെ കാണാൻ നോക്കുക. അല്ലാണ്ട് ഒരിക്കലും ഇത് വർക്കാവൂല. മനസ്സിലായി? ഇവന് ഒരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാവർക്കും നാളെ നമ്മൾ ഇതിലും എന്താ പറയാ അത്രയും നല്ല കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മളൊരു 50%, 50 അല്ല, ഒരു കൂടുതൽ 3/4 ഭാഗവും നമുക്ക് എല്ലാവരും നല്ലതാ പറയുന്നു. ഒരാൾ പോലും ഇപ്പൊ ഈ വീഡിയോസ് ഇറങ്ങുമ്പോൾ പോലും ഈ മമ്മൂന്റെ ഇഷ്യൂല് ഈ കാര്യങ്ങളും ഈ റിയാക്ഷനും ഇതെല്ലാം വരുമ്പോൾ പോലും കമന്റ്സിലൊന്നും ഒറ്റ ഒരാൾ പോലും എന്നെ പറയുന്നില്ല, എന്നെയോ നമ്മളാരും പറയുന്നില്ല. മനസ്സിലായി? നമ്മൾ അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടക്കാണ് ഇവന് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതാണ് പ്രശ്നം. മനസ്സിലായോ? ഇനി അങ്ങോട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് പറയുന്ന പോലെ ഞാൻ പറയാല, ഞാൻ കൂടെ നിന്നവർ പോലും ചതിക്കുന്ന ബ്രോ.
ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ചതിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓനൊരു അനിയനായിട്ടാണ് കാണുന്നത്. എനിക്ക് എൻ്റെ അനിയൻ്റെ അതേ സ്ഥാനത്താണ് ഞാൻ ഓനെ കാണുന്നത്. പക്ഷെ ഓനൊരു ഡേഞ്ചറസ്, ഓനൊരു ആറ്റം ബോംബാന്ന് മനസ്സിലായി. ഓനൊരു പൊട്ടാനിരിക്കുന്ന ബോംബാണ്. നമ്മളെ നടുക്കൊരു പൊട്ടുന്ന ബോംബ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ലടാ. ഇനിയിപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് പബ്ലിക്കിലേക്ക് ഇവനെ കൊണ്ടുപോകുമ്പോൾ പേടിക്കണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇതൊന്നും എൻ്റെ തീരുമാനമല്ല, മാനേജ്മെന്റ് പറയുന്നതിന് എനിക്ക് ഒരിക്കലും എതിർക്കാൻ കഴിയില്ല. പിന്നെ അൾട്ടിമേറ്റ്ലി തീരുമാനം നിങ്ങളതാണ്. അൾട്ടിമേറ്റ്ലി ഓഡിയൻസ് പറയുന്നത് പോലെ ചെയ്യുമെന്നുള്ള ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബാക്കി നിങ്ങളെ കയ്യിലാണ്. ബാക്കി പോളിൻ്റെ റിസൾട്ട് വരുമ്പോൾ പോൾ ഇടാം, അതായിരിക്കും ബാക്കി. എല്ലാവരും കിക്ക് ചെയ്തു, പോൾ ഇടേണ്ട കാര്യം പോലും ഇല്ല. കാരണം മൊത്തം കിക്ക് തന്നെയുള്ള എല്ലാവരും പുറത്താക്കാൻ തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ വേറെ വഴിയില്ല. വേറെ മാമൂന്ന് ഓൻ രാവിലെ മുതൽ റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കാം. ഓൻ രാവിലെ ഓൻ ഫുഡും കഴിക്കില്ല, ഒരു ഇതും ഇല്ല, കരച്ചിലും പിടിച്ചലും ആയിട്ട് ഇരിക്കാം. പക്ഷെ എടാ ഞാൻ പറയട്ടെ, എന്താ പ്രശ്നം, വാട്ട് ഈസ് ദി ഇഷ്യൂ? എടാ ആരെങ്കിലും ഒരു റിയാക്ട് ചെയ്ത് വഫാ ഹുസൈൻ അല്ലേ ഫസ്റ്റ് റിയാക്ട് ചെയ്തത്? നിനക്ക് ഞാൻ കാണിച്ചുതരാം, എനിക്ക് ഇഷ്യൂ ഞാൻ കാണിച്ചുതരാം. പക്ഷെ എന്തായാലും 90% ആൾക്കാർക്കും ഇതെന്താണ് ഇൻസ്റ്റ ലോഗൗട്ട് ആയത്? എന്താ പാസ്വേഡ് ഇട്ടത്? ഞാൻ എന്താ ലാസ്റ്റ് പാസ്വേഡ് ഇട്ടത് നിനക്കറിയോ? ഞാനല്ല മാറ്റിയത്. എന്താ ഞാൻ പാസ്വേഡ് ഇട്ടേ? ലാസ്റ്റ് മാറ്റി പാസ്വേഡ് എന്താ? ഇതിൽ നോക്കാൻ പറ്റുമോ? എൻ്റെ പാസ്വേഡ് നോക്കാൻ പറ്റില്ലേ? എങ്ങനെയാ അത്? ഏതിലോ? സെറ്റിങ്സിലോ? ഇതിലുണ്ടാവല്ലേ പാസ്വേഡ്? ഇതല്ലേ ഇതില്? ഇതില് ഇതാ? ഇതെല്ലാം പഴയ പാസ്വേഡാണ്. സേവ് ആക്കി Mr. Trollan thought ye okay hai story attitude. എടാ ഈ പോക്സോ കേസ് പ്രതികളതൊന്നും ഇതൊന്നും നമ്മൾ റിയാക്ട് ചെയ്യില്ല. ഇത് പ്രോപ്പറായിട്ട് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആൾക്കാർ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പോക്സോ കേസ് പ്രതികളതൊന്നും ഇവിടെ വന്നിട്ടുണ്ടല്ലേ, അതെല്ലാം ബ്ലോക്ക് ചെയ്ത് വിട്ടെ, ആ കാര്യം പറയാല. ഇതെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരെ ക്ലിപ്സ് നോക്കാം. ഇത് പാസ്വേഡ് ഒന്നും കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അന്ന് വേറെ നിങ്ങൾക്ക് ഉണ്ടാവും അക്കൗണ്ട് ID പാസ് അടിക്കും. അണ്ടർസ്കോർ ഏതാന്ന് നിങ്ങൾക്ക് അറിയില്ല? അണ്ടർസ്കോർ ഇത് AD പാസ്വേഡ് ടൈപ്പ്. Secret agent Paraj knock. Urapayat kick mamu. പാസ്വേഡ് ഒന്നാലും കാണുന്നില്ലല്ലോ എൻ്റെ അക്കൗണ്ടിൽ. ഓത് പണ്ട് ചെയ്തിട്ടില്ല. ഓനെല്ലാം വെള്ളം ചേർത്തിരുന്ന അസുഖമില്ലേ, എനിക്ക് അറിയുന്നില്ല എന്തിട്ടാലും കൂടെ ചേർത്തുന്ന. അപ്പൊ അങ്ങനെ അവരെന്തിനാ കുത്തി ഇങ്ങനെ പറയുന്നില്ല. അപ്പൊ ആടെ എന്തെങ്കിലും സംസാരം ഉണ്ടായാലും മേടിച്ച് എന്തെങ്കിലും വേറെ മേടിച്ചോ അടിച്ച് കിട്ടിയ സാധനം ചെയ്ത മണ്ടത്തരല്ലേ? ചെയ്ത മണ്ടത്തരാണ്. സെക്യൂരിറ്റി കോഡ് ലാസ്റ്റ് 15. Mammu NTE side kudi keku. അയ്യോ ഒച്ചത്തിൽ പറയലടാ മണ്ട. ഗിവ് ഹിം സസ്പെൻഷനോ എന്ന് പറയുമ്പോൾ എത്ര കാലം? എന്നാൽ പിന്നെ 6 മാസം സസ്പെൻഷൻ, 1 കൊല്ലം സസ്പെൻഷൻ കൊടുക്കണം. പക്ഷെ അപ്പത്തേക്കല്ലേ ഇവന് ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, അതിൽ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് ഇതെന്താ? എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ അക്കൗണ്ടിൽ നമുക്ക് നോക്കാം. അയ്യോ
ഓക്കെ. അവൻ്റെ എക്സ്പ്ലനേഷൻ മമ്മൂനെ വിളിച്ചോണ്ടോ, മമ്മു പറയുന്നതും കൂടി നമുക്ക് നോക്കിയിട്ട് നിനക്ക് ആരായിരുന്നു ഫസ്റ്റത്തെ ആരായിരുന്നു റിയാക്ഷൻ ഇട്ട? വരുന്നില്ലല്ലോ. ഇതല്ല കേസായി അറസ്റ്റ് വരും, പോക്സോ ആൻഡ് സ്വേർലി ന്യൂ കേസ്. കേസായി അറസ്റ്റ് വരും, അറസ്റ്റ് വരുമോ അറിയില്ല, പറയാൻ പറ്റില്ല. എന്തും സംഭവിക്കും, അത് പറയാൻ പറ്റില്ല. കാര്യം ഇവനൊരു ബോംബാണ് ഇരുന്ന് പൊട്ടിച്ചത്. അത് എന്തോ ആവാം, കേസ് ചിലപ്പോ കേസ് വരാം. കാര്യം പറയട്ടെ, എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം, ഇവൻ എന്ത് ചെയ്തതും ആയിക്കോട്ടെ, പക്ഷെ ഇവന്റെ ഇവന്റെ വീട്ടിലൊരു ഉമ്മയും ഇവനൊരു അനിയനും ഉണ്ട്. അവര് ഇതായിപ്പോ ആ ഒറ്റ ടെൻഷൻ എനിക്കുള്ളൂ. അതുകൊണ്ട് അതിന് കണക്കായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യും. ഇവനെ ഇപ്പൊ പുറത്താക്കിയാൽ പുറത്താക്കിയാലും ക്യാൻ യു ബ്രിങ് ഔട്ട് അമ്മോ ടു നീഡ് എക്സ്പ്ലനേഷൻ. അവൻ വരും, ഇപ്പം വരും. എടാ അതിനെ പിടിച്ച് കൊണ്ടുവന്നേ. അത് വരുന്നില്ല, രാവിലെ മുതൽ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. അതാണ് പ്രശ്നം, മനസ്സിലാവും. ആനന്ദ് കൃഷ്ണ has donated 40 രൂപ through Google Pay. സ്റ്റോപ്പ് ചെയ്ത എഡ്യൂക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കൂ, അവന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ആവാനുണ്ട്. എഡ്യൂക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനോ? അങ്ങനെ പറയുമ്പോൾ ഇവന് ഇനിയിപ്പോൾ എന്തോ പഠിക്കാനായിക്കാൻ ഇനി പഠിക്കാനുള്ള ബുദ്ധിയില്ല. ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഇവരൊരു ഐഡിയാടാ, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. ഇവര് ഐഡിയ, ഇവര് പഠിക്കാനുള്ള ബുദ്ധിയോ അങ്ങനത്തെ ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനാണ്, മനസ്സിലായോ? ഒരു ഇതാരാ നിന്റെ വിളിച്ചോണ്ടിരിക്കുന്ന പോലെ കോളെല്ലാം ഓഫാക്കിയ സെറ്റിങ്സില്. ഇവനെ അങ്ങനത്തെ ഒരുത്തന്നെ അങ്ങനെ പഠിക്കാൻ വിട്ടിട്ടൊന്നും കാര്യം അല്ലേ. പിന്നെ ഒരു കാര്യം പറ്റേ, ഈ ജുവനൈൽ ഹോമല്ല മറ്റേ ഇതില്ലേ, ബോർഡിങ് സ്കൂളോ അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ നല്ലൊരു ദർസും ഉണ്ട്. ഇപ്പൊ ദർസ് നോക്കിയിട്ട് അടക്കം ഉണ്ട്. പോകണം ദർസ് എന്ന് പറഞ്ഞാൽ 90% ദർസും മോനെ സീനാണ്. അങ്ങനെയല്ല, നല്ല എനക്കറിയുന്ന കുറച്ച് ദർസുകളുണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും ദർസുകളിൽ മര്യാദക്കുള്ള ഒരാളെടുത്ത് കൊണ്ടുപോയിട്ട് ആക്കിയാൽ ചിലപ്പോൾ ശരിയാവും. അങ്ങനെ അതൊരു വയ്യാണ്, അത് ചിലപ്പം വർക്കാവും. ഓക്കെ, അല്ലാണ്ട് വേറെ ഒന്നും വർക്കാവില്ല മോനെ. കാരണം എന്ന് വെച്ചാൽ ഇവന് അതിനുള്ള ബുദ്ധിയില്ല. ഇവനെ പഠിക്കാൻ വിട്ടാലും പഠിക്കാനുള്ള ബുദ്ധി ഇവനിക്കില്ല, മനസ്സിലാവും. ഇവനെ നിങ്ങൾ ഈ ലൈവില് ഒരു ദിവസത്തെ രാത്രി 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ എന്താ സംഭവം തന്നെ ഞാൻ പറയുന്നത്, നിങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ഒരു ദിവസത്തിന്റെ ഒരു ലൈവ് ചെയ്യുമ്പോൾ രാത്രിയുള്ള 1.5 മണിക്കൂർ 2 മണിക്കൂറേ കാണുന്നുള്ളൂ. നമ്മൾ ഇവനെ ഫുൾ ടൈം കാണുന്നതാണ്. ഇവന്റെ തല എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ഇവൻ എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിയില്ലാത്തൊരു മണ്ടനാണ്. ഇവനൊരു 25-30 വയസ്സായാലും ഇവന് ഈ ബുദ്ധി തന്നെ ആയിരിക്കും, മനസ്സിലാവും. അങ്ങനത്തെ ഒരുത്തനാവും. അവനാന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവും. ബ്രോ ഡോണ്ട് കിക്ക് ഹിം, യു വിൽ റിഗ്രറ്റ് ഇഫ് ഹി ഡസ് സംതിങ്. എടാ അത് അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പുതിയതായിട്ട് വന്ന ഈ ട്രയലിന് വന്ന എഡിറ്ററിനെ ഞാനും എൻ്റെ റൂമിൻ്റെ അവിടെ തന്നെ ഇരുത്തിച്ചിട്ടുണ്ട്. കാരണം ഇവൻ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ചെയ്ത് കളയുമെന്നുള്ള പേടിയാണെന്ന് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പേടിയാകാം. ഇവനെ ഇനിയിപ്പോ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ തന്നെ ഇവന് കേസ് വരില്ല, അതിന് വകുപ്പില്ല. പരാതിയില്ലല്ലോ, വെറുതെ കേസ് എടുക്കാൻ പറ്റില്ല. കേസ് എടുക്കാൻ പറ്റൂലായിരിക്കും, പക്ഷെ സ്റ്റിൽ എടാ പബ്ലിക്കിൽ പോയിട്ട് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ള ലെവലിൽ കേസ് എടുക്കാം, മനസ്സിലായോ? ഓക്കെ, ഇത് സംഭവം ഇത് ആരും കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല. ഓക്കെ, ശരി തന്നെ. ഇവൻ വെറുതെ ആടെ കോമഡി ആക്കാൻ വേണ്ടി ഇന്റർവ്യൂ പോയിട്ട് ഇതെല്ലാം പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു ലൈംഗിക ഇതുള്ള കാര്യം ഇവൻ പോയിട്ട് പബ്ലിക്കിൽ പറഞ്ഞു എന്നുള്ള ലെവലിൽ കേസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ വക്കീലിനോട് സംസാരിച്ചതാണ്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് മൊത്തം നോക്കിയതാണ്. സംഭവം എന്ന് വെച്ചാൽ ആ ചെയ്ത അങ്ങനെ ഇവൻ കുളിസീന് ഒളിഞ്ഞ് നോക്കി എന്നുള്ള പേരിൽ ഇവർക്ക് കേസ് എടുക്കാൻ പറ്റൂലായിരിക്കും. പക്ഷെ ഇവൻ പബ്ലിക്കിൽ പോയിട്ട് ലൈംഗിക ഇതുള്ള വർത്താനം പറഞ്ഞു എന്നുള്ള ലെവലിൽ കേസ് വന്നാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വെച്ചാൽ അവരെ പറഞ്ഞാൽ മതിയടാ. ഞാൻ അവിടുന്ന് മാറിയപ്പോഴേക്ക് ഒന്നാമത്തെ ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ഇതാ വെറൈറ്റി വീഡിയോ കാണുന്നുണ്ട്, നിങ്ങളും കൂടി കണ്ടോ. ഞാൻ അവിടെ മമ്മൂനെയും കൂട്ടിയിട്ട് വന്നിട്ട് ഞാൻ ആദ്യം അതിൻ്റെ മുന്നിൽ തന്നെ വന്നിരുന്നപ്പോൾ ഇവർ പറഞ്ഞു ഇവനവിടെ ഒറ്റക്ക് സംസാരിച്ചാലേ പ്രൈവസി കിട്ടും, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടുള്ളതായിട്ട് അവിടെ ഒരു സീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. കാരണം ഇവനൊരു ബുദ്ധിയില്ലാത്തവനാണ്. ഇവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഇത് ഞാൻ പറയേണ്ടി വരും വിചാരിച്ചിട്ട് ഞാൻ അവിടെ മുന്നിലിരുന്ന് ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നിട്ട് ഞാൻ പുറത്തേക്ക് വരാം. മുത്തു എന്നെ കാണാൻ വന്നു. മുത്തു സോള് അത് വേറെ കഥ, അത് ഞാൻ പിന്നെ പറയാം. നമ്മളൊരു പുതിയ സോങ് ചെയ്യുന്നുണ്ട് ഹനാൻസാൻ്റെ ഒന്നിച്ച് സോങ്ങെല്ലാം ചെയ്ത മുത്തു ഉണ്ടല്ലോ, സോൾ മുത്തു. അവൻ്റെ അടുത്ത സോങ് ഞാനുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എന്തായാലും 1 മണിക്കൂർ ഇന്റർവ്യൂക്ക് അവിടെ ഞാൻ പോസ്റ്റ് ആണല്ലോ. അപ്പം അവിടെ അതിൻ്റെ മീറ്റിംഗ് വെക്കാൻ ചോദിച്ചിട്ട് ഞാൻ മുത്തുവിനോട് അവിടെ വെറൈറ്റി മീഡിയൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു.
അങ്ങനെ ഇവന്റെ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് മുത്തുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോന്ന് ഈ കോൺവെർസേഷൻ ഞാൻ ഉണ്ടായിരുന്നോ, എന്നിട്ട് എന്തുണ്ടാക്കി നീ? ഞാൻ ഉണ്ടായിരുന്നു, കേട്ടിരുന്ന് മണ്ടനെ പോലെ. ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ ഇവൻ പറയുന്നത് കേട്ട് ഇങ്ങനെ എന്ത് കഷ്ടപ്പെട്ടിട്ടാടാ നീ ആലോചിച്ച, എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാ. നിങ്ങൾക്കെല്ലാം ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടല്ലടാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം ഒരു ജീവിതം. എനക്കെന്താ ഒറ്റക്ക് സ്ട്രീം ചെയ്യാൻ അറിയാട്ടാ? എനിക്കെന്താ പണ്ടത്തെ പോലെ ഞാൻ സ്ട്രീം ചെയ്തില്ലെങ്കിൽ എനക്കെന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിന്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഗ്യാങ്ങിന് നല്ല പേരുണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം എന്നാൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്ക്രിപ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. സ്ക്രിപ്റ്റ് എങ്കിൽ സ്ക്രിപ്റ്റ് നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, എനക്ക് ഇതാക്കേണ്ടതല്ല. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട് പറഞ്ഞു. ആ പയ്യനൊരു അവനെ കൊണ്ട് അവർ ഓരോന്നും പറയിപ്പിച്ചതാവും. അവനോട് മാപ്പ് പറയാൻ പറയോ. വെറൈറ്റി മീഡിയയിൽ പോയിന്ന വെറൈറ്റി മീഡിയയിൽ തന്നെ ഒന്നും കൂടി മോനെ ഞാൻ അയക്കാം. നന്നായിട്ടുണ്ട് മോനെ, നന്നായിട്ടുണ്ട്. ആ താത്ത അവിടെ റേഞ്ചർ താത്ത ഉണ്ട് മോനെ, വേണ്ട മോനെ അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് ഞാൻ അവനെ അയക്കൂല. ഒന്നാമത്തെ ഇനി മമ്മൂന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയോ? അടുത്ത ഇന്റർവ്യൂ ടീം ഇവനെ കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോകും. മനസ്സിലാ? ഇവനെ അടുത്ത ഇന്റർവ്യൂ 40K വാച്ചിങ്ങോ 40,000 ആൾക്കാർ ആഗ്രഹിക്കുന്നു. മമ്മൂനെ പുറത്താക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്നാ പിന്നെ പോളുടെ ഒന്നും ആവശ്യമില്ലടാ. ഞാൻ കാര്യം പറഞ്ഞ പോളുടെ ഒന്നും ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ എന്തായാലും തീരുമാനം എടുത്തു കഴിഞ്ഞു. ഓ നമ്മളെ 1 മില്യൺ അടിക്കുന്ന ലൈവ് തന്നെ ഇങ്ങനെ ആയിപ്പോയല്ലടാ. ഒരു സെലിബ്രേറ്റ് ചെയ്യേണ്ട ലൈവാണ് ഇത്. നമ്മൾ ഇന്ന് 1 മില്യൺ അടിക്കുന്ന ദിവസമാടാ. അങ്ങനത്തെ ഒരു ദിവസം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ആലോചിക്കുമ്പോടാ. ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയാം? ഇവനെ ഒന്നെങ്കിൽ ഇവനെ ബോർഡിങ്ങിലോ അങ്ങനത്തെ ആണെങ്കിൽ ഇവനെ വെറുതെ അങ്ങനെ അയച്ചു വിടാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ ഇവൻ പോയി അടുത്ത ഗ്യാങ്ങിൽ കയറും. അല്ല ഗ്യാങ്ങിൽ കയറുന്നല്ലേ, ഇവൻ പോയി അടുത്ത ഇന്റർവ്യൂ ടീം വെറൈറ്റി മീഡിയ പോലത്തെ കുറെ എണ്ണം ഉണ്ട്. നീലക്കോയിൽ അതും ഇതുമെല്ലാം ഉണ്ട്. അവന്മാർ ഓനെ പിടിച്ചു കൊണ്ടുപോകും, സ്റ്റുഡിയോയിൽ എടുത്ത് അടുത്ത അപരാധം പറയിപ്പിക്കും. മനസ്സിലായോ? നമ്മളെങ്ങനെ വെറുതെ റോഡിലേക്ക് ഇവനെ ഇറക്കി വിടാൻ പറ്റില്ല. ഒന്നെങ്കിൽ ബോർഡിങ് സ്കൂള്, അല്ലെങ്കിൽ ഇവനെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാനുള്ള പരിപാടി നോക്കണം. പിന്നെ വെച്ചാൽ ഇവന്റെ ഉമ്മയും അനിയനും ഉണ്ട്. അവരെ ഇതാക്കാൻ അവരെ കാര്യങ്ങൾ നോക്കുന്ന ഇവനാണ്. അത് ആ ഒറ്റ വിഷമം എനിക്ക് ഉള്ളൂടാ. ആ ഒറ്റ ഇതേ ഉള്ളൂ. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ലെവലിലാണ് ഞാനിത് ചെയ്യൂടാ. എങ്ങനെ ഇവനെ പുറത്താക്കിയാലും ഞാൻ കാര്യങ്ങൾ നോക്കും അടുത്ത. അത് വേറെ വഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ മുഖം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമായത്. കാര്യം പറയാലോ, ഇവൻ ഇങ്ങനെ ഒരു തെണ്ടിത്തരം ചെയ്തതിന് അവരും കൂടെ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? പ്ലേ വീഡിയോ ഏതാണ് വീഡിയോ? ഏതാണ്? ഇതല്ലേ? ഇതല്ലേ? അതേപോലെ അതാ പറഞ്ഞ പറയാൻ പറ്റുമല്ലോ. അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ ഒരു ക്യൂരിയോസിറ്റി കാണാനുള്ളത് അതൊക്കെ ഭാര്യ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? മനസ്സിലാവുന്നില്ലേ ആ കുട്ടിയുടെ പ്രായം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയുടെ ക്രൈം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്റർവ്യൂവർ അതിന് സ്പൈസ് ചെയ്തുകൊണ്ട് കൊടുക്കുക. ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര, കുറച്ചെങ്കിലും നമുക്ക് ബോധം വേണ്ടേ? ഒട്ടും സെൻസ് ഇല്ലേ? ഇങ്ങനെ ആണെങ്കിൽ അസോൾട്ടും മോളസ്റ്റേഷനും ഒക്കെ ചെയ്ത ആൾക്കാരോട് നിങ്ങളുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യല്ലോ. നമുക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നാണ് നോക്കാറ്. ഇത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധി ബോധമില്ലേ? ഓക്കെ, അതൊക്കെ പോയി പറഞ്ഞു പോയി. അത് കട്ട് ചെയ്ത് ഒഴിവാക്കാതെ സ്നിപ്പറ്റ് ആയിട്ട് ഇവള് പറയുന്നതിൽ കുറെ കാര്യം ഉണ്ടോ സംഭവം. ഇവള് നമുക്ക് എതിരെ പറയുന്നെങ്കിലും ഞാൻ പറയട്ടെ, ഇവള് പറയുന്ന 100% ഉള്ള കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവർക്ക് അത് കട്ട് ചെയ്ത് മാറ്റുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ വെറൈറ്റി മീഡിയക്ക് ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതെന്തിന്റെ പിരാന്താണ്? ഇവർക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു? ഇവളെല്ലാം വീഡിയോ ഇട്ടത് ഓക്കെയാണ്. ചില ആൾക്കാരില്ലേ, ഇവളെല്ലാം കാര്യം ഇവക്കെല്ലാം സമൂഹത്തിനോട് ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഇവൾ ഇടുന്നത്. മനസ്സിലായോ? ആൾക്കാർ
ഇത് ഇത്രയും പബ്ലിക് കുട്ടികൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് ഇവളും പറയുന്നത്. ചില ആൾക്കാരില്ലേ എന്നോട് ദേഷ്യമുള്ള ആൾക്കാർ ഇത് എൻ്റെ ഇതിലേക്ക് ഇങ്ങനെ മുട്ടിച്ചിട്ട് എൻ്റെ പേര് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് ഇങ്ങനെ വിൽക്കാൻ നോക്കുന്നുണ്ട്. ഇവളെന്നെല്ലാം പറഞ്ഞാൽ കാര്യം പ്രോപ്പറായിട്ട് കാര്യം സ്ട്രൈറ്റ് ഫോർവേഡ് പറഞ്ഞിട്ട് പോയതാണ്. ചില ആൾക്കാർ എന്തോ എൻ്റെ ഒരു സാധനം കിട്ടുക കാരണം കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എൻ്റെ ഒരു നെഗറ്റീവും കിട്ടുന്നില്ല. അവന്മാർ കാത്തിരിക്കുന്ന ചെന്നായിക്കളുണ്ട്. അത് ഞാൻ കാര്യം പറയില്ല, അവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ, കാര്യം പറയില്ല. അത് ഞാൻ പണി വിട്ട ടീമെല്ലാം വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കൊണക്കുന്ന കാണുമ്പോൾ നമുക്ക് ദേഷ്യം. ഞാൻ കാര്യം പറയാലോ, അത് വെറും ചെറ്റത്തര, കാര്യം പറയാലോ, അത് വെറും ചെറ്റത്തര. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് അത് മോശമാണ്. ഒരു ബോധവൽക്കരണം പോലെ ഇത് ചെയ്യുന്നത് ഓക്കെ ശരി, പക്ഷെ എന്നോടുള്ള ശത്രുത വെച്ചിട്ട് ഇങ്ങനെ ഇത് വിറ്റ് പൈസയാക്കാൻ നടക്കുന്ന ടീമിനോട് ഞാൻ കാര്യം പറയില്ല. അവരോട് എന്താ പറയണ്ടത് എനിക്കറിയില്ല, കാര്യം പറയില്ല. ബ്രോ ടേക്ക് കെയർ ഓഫ് ഹിം. എല്ലാവർക്കും അബദ്ധം പറ്റും. പബ്ലിക്കായിട്ട് സോറി പറയിപ്പിക്കൂ, ഉപദേശിക്കൂ, കൗൺസിലിംഗ് വിടൂ ഇഫ് നീഡഡ്, നോ കിക്ക് ഔട്ട് എന്നാ. മുത്തേ MRC MRCൻ്റെ ഓണർ ഞാനല്ല, ഒന്നാമത്തെ കാര്യം. ഓക്കെ, MRCൻ്റെ ഓണർ ഞാനല്ല. MRCൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നത് ഇവനെ പുറത്താക്കുന്നത്, അതായത് ഓഡിയൻസിനോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് ഇവനെ പുറത്താക്കുന്നതാണ് എന്നോട് ലാസ്റ്റ് പറഞ്ഞത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇവൻ്റെ ഉമ്മാൻ്റെ അനിയൻ്റെ എല്ലാം കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് എത്രത്തോളം എനിക്ക് കുറേ വാണിങ് കഴിഞ്ഞതാടാ. ഇവനെന്തെല്ലാം ഇങ്ങനത്തെ ഇത് ചെയ്തതാ, ഇവന് കുറേ വാണിങ് കഴിഞ്ഞതാ. സൂപ്പർ ചാറ്റ് എന്താ വന്നേ? ബ്രോ മമ്മുൻ്റെ ലൈഫിൽ എല്ലാം നടന്ന ഒരു സംഭവം, മമ്മു എൻ്റെ ലൈഫിൽ എല്ലാം എന്താ മമ്മുന്റെ ലൈഫിൽ നടന്ന ഒരു സംഭവം, മമ്മു എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത് ബ്രോ മമ്മുന്റെ ലൈഫിൽ നടന്ന ഒരു സംഭവം ആയിരിക്കും. ഡോണ്ട് കിക്ക് മമ്മു, എല്ലാവരുടെയും ലൈഫിൽ നടക്കും. അതേ MRCയിൽ നിന്ന് കിക്ക് ആക്കേണ്ട സീനൊന്നും ഇല്ല. എടാ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല മോനെ, ഞാൻ ായോ? പക്ഷെ ഇങ്ങനെ ഒരു സമയത്താണല്ലോടാ 1 മില്യൺ ആയിപ്പോയത്. നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം, ഒന്ന് കേക്ക് മുറിച്ചൊന്ന് മറ്റേ പടക്കം പൊട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചതാണ് 1 മില്യൺ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായിപ്പോയല്ലോടാ. പക്ഷെ ശരിക്കും 1 മില്യൺ നമ്മൾ 1 മില്യൺ അടിക്കേണ്ട ടൈമല്ല എപ്പോഴേ കഴിഞ്ഞ്. സംഭവം ഞാൻ യൂട്യൂബിൽ ലൈവ് ചെയ്യാത്തതാണ്, ഞാൻ മറ്റേ പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് ലൈവ് ചെയ്യുന്നതുകൊണ്ട് 1 മില്യൺ ഡിലേ ആയത്. അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം മുമ്പേ ഞാൻ 1 മില്യൺ അടിക്കേണ്ടതാണ്. 1 മില്യൺ പോട്ടെ, അത് സെലിബ്രേഷൻ വേണ്ട, അത് ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ബ്രോ വെറൈറ്റി മീഡിയ സെക്സ്വൽ ഹറാസ്മെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ആസിഫെ വീഡിയോ, ആസിഫെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്, നോക്കട്ടെ ആസിഫിൻ്റെ വീഡിയോ. ഞാൻ ഇതിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടില്ല, അത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ബാക്ക് അടിച്ചു. ആസിഫിൻ്റെ ഏതാ? ഇതല്ലല്ലോ ആസിഫിൻ്റെ, ഇതല്ലേ? അന്ന് അവൻ്റെ അക്കൗണ്ട് സെർച്ച് ചെയ്താൽ കിട്ടൂലേ? അതല്ലേ? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് വിളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും വിളിച്ച്. അതാ ഇവന് ശരിക്കും നമ്മള് തന്തയില്ല ഇങ്ങനെ ശരിക്കും ഇവന് ഉപ്പില്ല. ഇപ്പാന്ന് അതിനൊരു അർത്ഥം വന്നല്ലേ തന്തയില്ലാത്തവെന്ന് വിളിക്കുന്നതിന്. നമുക്ക് കാര്യം പറയല്ല. ആസിഫ് സംഭവം മമ്മൂക്കെതിരെ പറഞ്ഞെങ്കിലും പറയുന്നതിൽ കാര്യമുണ്ട്. പിന്നെ എന്നെ ഇതിൽ ഇടുമെന്ന് എനിക്ക് അറിയേണ്ടത്. ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ല. ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ, ഞാൻ കുറച്ച് നേരത്തെ ഒരാളൊക്കെ അയച്ചെന്ന് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ബാക്ക് അടിച്ചു. കാരണം ലൈവിൽ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. നോക്കട്ടെ എന്നെ ഇതിൽ വലിച്ചിടുന്നുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. കാരണം ഇവനെ ഞാൻ നല്ലോണം മാന്തി പൊളിച്ചു വിട്ടതാണ്. അതിന്റെ ദേഷ്യം എന്തായാലും ഇവന്റെ ഉള്ളിലുണ്ടാവും. ഇവൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് ഇപ്പൊ മനസ്സിലാക്കാം. ഓക്കെ, ആസിഫിന്റെ ഉള്ളിൽ എന്താന്ന് പ്രതികാരം ഇതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കാം. വീഡിയോ നോക്കാം നമുക്ക്. അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലാണ് അതായത് എനിക്ക് ബുദ്ധി പിന്നെ ഭയങ്കര വലിയ ബുദ്ധിയാണ്. ബുദ്ധി വിവരം പ്രധാനമന്ത്രിയുടെ അവാർഡ് കിട്ടുന്ന കാര്യങ്ങളല്ലോ. ഒരു ഇതുണ്ടല്ലോ, ധൈര്യം പറയാം, ഒരു ക്യൂരിയോസിറ്റി. കാണാൻ ഇവളെ കാണുമ്പോ കുത്തി കോട്ടലെടുക്കാനാണ്. എന്തിനാടാ എന്ത് നല്ല അടിപൊളിയായിട്ട് നമ്മള് പോയിക്കൊണ്ടെന്നാടാ. ഇന്റർവ്യൂ ആണോ അതോ കമ്പിക്കഥയാണോ? ഇന്റർവ്യൂയുടെ പേരിൽ കമ്പിക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടും കൂടി. ഇതെല്ലാം നമ്മളെ ബാധിക്കാട്ടോ. ഇതെല്ലാം ഇവർക്ക് തമാശയാണ്, പക്ഷെ നമ്മളിത് ബാധിക്കാട്ടോ. കാര്യം പറയില്ല. നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് ചിരിച്ചോണ്ട് നിന്നോ.
അതൊക്കെ ഇതാക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അത്ര ഡൗട്ട് ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി അവനെ കൊണ്ടുവന്ന ടൊട്ടോയിൽ ചെയ്യിപ്പിക്കാം ഒളിഞ്ഞു നോക്കുന്നത്. ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെയാണ് ഇന്റർവ്യൂ, ഇതാണ് ഇന്റർവ്യൂ. വാവ് വാട്ട് ആക്ച്വൽ ഫക്ക്. ഇതൊക്കെയാണോ സപ്പോർട്ട്, ഇതൊക്കെയാണോ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് പറയുന്നത്? ആരെങ്കിലും അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ക്യൂരിയോസിറ്റി ആണോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വെണ്ണായി പോയി. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ നാളെ കേസ് എനിക്കാ വരുന്നത്. ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അയാലും മമ്മു ബെസ്റ്റ്. ഇവനെന്ത് മാസടിച്ചിട്ടാണ് ഈ നാളെ ഇത് പറയുന്നത്? ബെസ്റ്റാന്ന് ഇവൻ മാസാക്കിട്ടാണ് അവിടെ പറയുന്നത്. ആടെ എങ്ങനെയെങ്കിലും ഒന്നും ഇത് കത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്തെല്ലോ പറയാന്ന്, എന്തെല്ലോ വായി കിട്ടിയെടുത്ത് പറയാന്ന്. അതിൽ മമ്മൂ നീ ബെസ്റ്റ് ആണെന്നല്ലേ പറയുള്ളൂ. നിന്റെ ഭാഗ്യം എന്ന് പറയാം. കാരണം ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് നട്ടലുള്ള ഏവരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് പെരുന്നാളിന് പോത്തിന് നടക്കുന്ന കാലത്തേനെ. അതിൽ ഞാൻ ബെസ്റ്റ് ആണെന്ന് പറയുന്ന കാട്ടി വല്ല ബെസ്റ്റ് ആയിട്ട് പോയി കൈ കൊട്ടാ തിരിഞ്ഞു അന്തസ്സും പോയി. ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ പേരും വേറൊരുത്തനും കൂടി ഉണ്ടോ? സഹതാപം മാത്രമാണ്. കാരണം ഏതൊരുത്തൻ ഇല്ലാത്ത കഥയാണ് ഇതെല്ലാം. വെറുതെ തട്ടി വിടുന്നേന്ന് ഇവൻ എങ്ങനെയെങ്കിലും രണ്ടാൾക്കാർ ഇവനെ മറ്റേ ഇവന്റെ വിചാരം ഇവനെ മറ്റേ മാസ് മ്യൂസിയം ഇതുവല്ലം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്. മനസ്സിലായോ? ഇവൻ മറ്റേ ഫാൻ പേജുകളിൽ എഡിറ്റ് വരുമല്ലോ, ഇത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫാൻ പേജുകളിൽ എഡിറ്റ് വരുന്നത് ഇവൻ എപ്പോ ഇരുന്ന് കാണുന്ന ഇറക്കണം, എപ്പോ ഇരുന്ന് കാണും. ഇവൻ അത് വിചാരിച്ചിട്ട് കുറച്ച് മാസം ആക്കാം, കുറച്ച് കോമഡി ആക്കാന്നുള്ള ലെവലിലാണ് നടന്നത്. അതിന്റെ ഇടക്ക് അവരവിടെ കുത്തി എന്താ ഫണ്ണില്ല, മമ്മ എന്താ ഇത്ര ബോറിംഗ് ആയിരുന്നു എന്നുള്ള ലെവലിൽ ഇവരിങ്ങനെ ഇതാക്കുന്നുണ്ട്, എരിപ്പ് വരുന്നുണ്ട്. എന്തെങ്കിലും ഇവൻ കോമഡി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവൻ ഇങ്ങനെ എന്തെല്ലോ ചറ തട്ടി വിട്ടതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നീ എന്തോ വിചാരിച്ചു നീ ഇങ്ങനെ വന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ട് ഇമാതിരി തെമ്മാടിത്തരം പറഞ്ഞിട്ട് നാളെ കുറെ എഡിറ്റിംഗ് പേജ് നിന്റെ ഈ പറഞ്ഞ ഈ അപരാധം എടുത്തിട്ട് ഇതാ ഞാൻ പറഞ്ഞ എഡിറ്റിംഗ് പേജ് അതാണ് എന്റേത്. മാസം ബീജിൽ കഴിഞ്ഞ് തൊലിച്ചെന്ന് വെക്കുമെന്നാണ് നീ വിചാരിക്കുന്നു. ഒന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇപ്പുറത്ത് വീട്ടിന്റെ ഇപ്പുറത്തായിരിക്കും, പക്ഷെ അത്ര നമ്മുടെ അതേ വൈബിളുള്ള ആൾക്കാരുണ്ടെങ്കിലല്ലേ നമുക്ക് കാണുമ്പോൾ ഇതുപോലത്തെ അപരാധിച്ച് ചോദ്യം എടുത്ത് അവൻ ഇട്ട് കൊടുക്കുമ്പോൾ അവന്റെ വായന നീ ഇനിയും ഇതുപോലത്തെ കേൾക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മളെ സെൽഫ് റെസ്പെക്ട് അല്ലല്ലോ വലുത്. നമുക്ക് ചാനലിന്റെ റേറ്റിംഗ് ഉണ്ടാക്കിയാൽ പോരെ, അല്ലയോ താത്ത? ഞാൻ കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് രാത്രിയാണോ പോവാ, രാത്രിയാണോ രാവിലെയാണോ, അവന് പൊങ്ങുമ്പോഴാണോ അവന് താഴുമ്പോഴാണോ? എടാ കാര്യമല്ല, ഓളെന്തെല്ലാം ചോദിക്കുന്നേ? എടാ ഇത് കേട്ട പാടല്ലേ, ഇത് കട്ട് എന്ന് പറയല്ലേ വേണ്ടത്. ആ ഡയറക്ടറിനെ അല്ലെ ക്യാമറമാനെ നോക്കിയിട്ട് ഇങ്ങനെ സാധാരണ വേറൊരു ഇന്റർവ്യൂവർ ആണെങ്കിൽ ഇത് കേട്ട പാടല്ലേ ഡയറക്ടറിനെ ഒരു നോട്ടം നോക്കും, അല്ലെ ക്യാമറമാനെ ഒരു നോട്ടം നോക്കും. ഇതെന്താ ചെയ്യണ്ടേ, കൺഫ്യൂസ്ഡ് ആവും. ഇവക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇവള് എപ്പോ പോയത്, എന്തെല്ലാം ചെയ്തത്, എന്താ ആക്കിയത്, രാത്രിയാണോ പോയത്, രാവിലെയാണോ പോയത്? എന്തൊക്കെ ചോദ്യങ്ങളാണ്, ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷ. ഇതിനെക്കാട്ടി നിങ്ങൾ എല്ലാവരും ഫയർ ബുക്ക് ചെയ്തിരുന്നു, അത് കുറച്ചും കൂടി സേഫ് ആണ് ഇത് വെച്ച് നോക്കുമ്പോ. ഓടൊക്കെ ഇളക്കി വീടൊക്കെ പണിത് എന്തൊക്കെ ഡൗട്ടാണ് നോക്കി ഒന്ന് ചിന്തിച്ചു നോക്കി. അറ്റ്ലീസ്റ്റ് ആ സൈഡിൽ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ചിരിച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു അത് കണ്ടപ്പോ? എങ്ങനെയായിരുന്നു? പൊങ്ങിയായിരുന്നു, താഴ്ന്നായിരുന്നു? ഇത് കണ്ടിട്ട് ആരെങ്കിലും പിടിച്ചായിരുന്നോ? മമ്മൂനെ ആരെങ്കിലും പിടിച്ചു തന്നായിരുന്നു? ആ കൂട്ടുകാർക്ക് എങ്ങനെയായിരുന്നു? അവർക്ക് പൊങ്ങിയോ അതോ അവർക്ക് താഴ്ന്നോ? കുളിമുറിയിൽ എങ്ങനെയായിരുന്നു? ചേച്ചിക്ക് ഡ്രസ് എന്തായിരുന്നു? ചേച്ചിയുടെ കളർ എന്തായിരുന്നു? വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഇതിപ്പോ കുറെ സപ്പോർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ആൾക്കാർ വരും. കാരണം ഇത് അവന്റെ പാസ്റ്റല്ലേ പറയല്ലേ, അവൻ എന്തിനാ ഇതൊക്കെ വെച്ച് ജഡ്ജ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ വരുമായിരിക്കും. ഈ പാസ്റ്റിൽ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ ആസ്വദിച്ചു, അവന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ ആസ്വദിപ്പിച്ചു, എന്നിട്ട് കുറെ ഓടിളക്കി മാറ്റി അവൻ കുളിമുറിയിലെത്തി നോക്കി. ഈ പറയുന്ന ആരുടെയെങ്കിലും, ഈ കാണുന്ന ആരുടെയെങ്കിലും ചിലപ്പോൾ അമ്മയോ പെങ്ങളമാരോ അതിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയോടെ ഇതൊക്കെ പാസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും അതിന്റെ പണ്ടത്തെ അമ്മയല്ലായിരുന്നു, അതിന്റെ പണ്ടത്തെ പെങ്ങളുടെ ശരീരമില്ലായിരുന്നു, അത് കുഴപ്പമില്ല, അത് പാസ്റ്റ് ഇല്ല, അത് ഇപ്പോഴത്തെ അല്ലല്ലോ എന്ന് പറയുവാണെങ്കിലും ഇല്ല, ആരും പറയത്തില്ല. ദിസ് ഇസ് നോട്ട് എ ജോബ് മമ്മോ, ദിസ് ഇസ് ക്രൈം, ദിസ് ഇസ് ഫക്കിംഗ് ക്രൈം. സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഇത് താങ്ങി പിടിക്കാൻ കുറെ പേര് വരുമായിരിക്കും. ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്. ഓ ഇവൻ എന്നെ എടുത്തിട്ടല്ലേ അതില്? ഓ ആടാ അത് ഡബ്ല്യൂടാ കാര്യം പറയല്ലേ ഇവൻ. ആ ഗ്യാങ്ങിനെയും പറഞ്ഞില്ല, എന്നെയും പറഞ്ഞില്ല ഇവൻ. അപ്പൊ അങ്ങനെ പ്രതികാര ബോധമൊന്നുമില്ലല്ലോ ഇവന്. ഞാൻ ആദ്യം ഇവൻ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞപ്പോ എന്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നത് പണ്ട് ഞാൻ ഇവനെ പൊളിച്ചു വിട്ടതിന്റെ ദേഷ്യം അങ്ങനെ എന്തെങ്കിലും തീർക്കോ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് റെസ്പെക്റ്റഡാ കാര്യം. ഡബ്ല്യു ആസിഫ് സംഭവം ഓൻ ശരിയാണ്. മമ്മു ചെയ്ത ആ തെണ്ടിത്തരത്തിന് ഓൻ എതിരെ പറഞ്ഞു. അത് ഇപ്പൊ എനിക്കൊന്നും ഇതാക്കാൻ പറ്റൂല. എന്നെന്തായാലും നമ്മളെന്തായാലും ഇതിൽ വലിച്ചിട്ടില്ല അല്ലേ. ആ ഡബ്ല്യു മൈൻഡ് സെറ്റടാ, റെസ്പെക്ട്. കാര്യം പറഞ്ഞു പോയി. അതാ വെൽ സെഡ്. മമ്മൂന്റെ കാര്യം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഓഡിയൻസ് പറ. ഇനിയിപ്പം 1 മില്യൺ ആയോ? അവിടെ 1 മില്യന്റെ ഡേ തന്നെ മമ്മു ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്താ അവസ്ഥ അല്ലേ? ടൈം ടു അൺസബ്സ്ക്രൈബ് ചെയ്യണം. അൺസബ് ഞാൻ പറയുന്നത് അൺസബ് ചെയ്യും. നമുക്ക് നാളെ ലൈവ് വരാം. എന്നിട്ട് നാളെ 1 മില്യൺ സെലിബ്രേഷൻ ചെയ്യും. ഇന്ന് അങ്ങ് അതിനുള്ള ഒരു മൂഡല്ല മോനെ. കാരണം എന്ന് വെച്ചാല്
ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടെ പിന്നെന്ന് വെച്ചാൽ ഇവൻ്റെ വീട്ടുകാർ, എൻ്റെ ഒറ്റ ടെൻഷൻ ഇവൻ്റെ വീട്ടുകാരെ ഇത് ആലോചിച്ചിട്ടാണ്. ഇവൻ്റെ വീട്ടിലെല്ലാം ആൾ പോകുന്നുണ്ടാവില്ലേ, ഇവൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലുള്ള ആൾക്കാരെല്ലാം പോയി ചോദിക്കുന്നുണ്ടാവില്ല ഇതെന്താ സംഭവം എന്ന് ഇവർക്ക് അറിയാൻ വേണ്ടി ഇവനിങ്ങനെ ഓരോ ഇതടിച്ചു വെച്ചിട്ട്. To stay away from him, he will be arrested under section 354C of the Indian Penal Code. അതെന്താണ് 354? നോട്ടെ 354 എന്താ? ഞാൻ വക്കീലിനോട് ചോദിച്ചപ്പോൾ അറസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. നോക്കട്ടെ. Section 354C of the Indian Penal Code deals with the offense of voyeurism. It essentially criminalizes watching or capturing images of a woman engaged in a private act where she has a reasonable expectation of privacy, and also the dissemination of such images. The law aims to protect a woman's right to privacy and prevent the exploitation of her private moments. പക്ഷെ ഇവനത് പറഞ്ഞതിന് ഇത് വരുമോ? ഇവൻ പറഞ്ഞെന്നുള്ളതല്ലേ ഉള്ളൂ, ഇവൻ വെറുതെ തട്ടി വിട്ടതല്ല. അപ്പൊ പിന്നെ ഒരു കാര്യല്ലേ, അതായത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ പണ്ടൊരാളെ കൊന്നിട്ടുണ്ട് എന്ന് ഞാൻ ലൈവിൽ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിക്കൂലേ? അറസ്റ്റ് ചെയ്യും. അത് സത്യമാണോ ഇല്ല എന്നുള്ളതല്ല, അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ. കാര്യം പറയാല, ഓന്റെ ആഗ്രഹം പോലെ നടന്നല്ല അന്ന് പറഞ്ഞു ഒരു കേസ് പിടിക്കട്ടെ, നീ കേസായിട്ടല്ലേ ഫേമസ് ആയത്, ഞാനൊരു കേസ് പിടിച്ചാലോ എന്താ വർത്താനോ, അവന്റെ സമാധാനമായിട്ടുണ്ടാവും എനിക്ക്. നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓൻക്ക് ആ ഉമ്മയും അനിയനും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ സത്യമായിട്ട് ഇത് ഇവനൊരു കുറച്ച് ദിവസത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കൂല, ഞാൻ തന്നെ പോലീസിന് ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ എന്തായാലും ഓനെ നോക്കാൻ എനിക്ക് വേറെ വഴിയില്ലടാ. കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഓനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് നോക്കണം, വേറെ വഴിയില്ല. വേറെ റിയാക്ട് ചെയ്ത എന്താ ബുദ്ധിങ്ങിട്ടിരിക്കുന്ന അല്ലാണ്ടോ? അല്ല, നിങ്ങൾക്കൊന്നൊരു ഒപ്പീനിയൻ ഇല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും വലിയ സീരിയസ് ഒരു കാര്യം നടന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ഒപ്പീനിയൻ ഇല്ല ഇതിനെ കുറിച്ച്? ബുദ്ധിങ്ങിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ബോണ്ട ഒതുങ്ങിയ പോലെ അല്ല, പഴം ഒതുങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കുറെ എണ്ണം. നീയാണ് മെയിൻ തെറ്റുകാരൻ. നീയും തെറ്റുകാരനല്ല, നീയാണ് മെയിൻ തെറ്റുകാരൻ. നീ ആ ഇന്റർവ്യൂ കേട്ടിട്ട് ആടെ ഇരുന്ന് എന്ത് ശ്രദ്ധിച്ചില്ല, അത് ശ്രദ്ധിക്കണ്ടേ? അതിനല്ല നിന്നെ ആടെ ഇരുത്തിയിട്ട് പോയത്. ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്, 1 മണിക്കൂറോളം ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ പോകുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ ഒരു 10 മിനിറ്റത്തേക്ക് അവൻ ഇതാക്കിയത്. അപ്പത്തേക്ക് ഇങ്ങനെ ഒരു ഇത് ഇറങ്ങും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഇത് ആങ്കറിനാണ് കൂടുതൽ ഇതിൽ ഇത് വേണ്ടത് അല്ലെ. അവരുടെ ചാനലിൽ വരുന്ന ഒരു സംഭവം, അവർക്ക് ഇത് അറിയാം, അവർക്ക് ഇത് ചെയ്ത് പരിചയമുണ്ട്, അവർ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ അവർക്കറിയാം എന്ത് കോൺട്രവേഴ്സി ആവും, എന്ത് കോൺട്രവേഴ്സി ആവൂല, എന്ത് പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റില്ല എന്ന് അവർക്ക് നല്ല ഇതിന്റെ നിയമസാധ്യത എല്ലാം അവർക്കറിയാം. അപ്പൊ അവർ ചെയ്യേണ്ട കാര്യം ഇത് അല്ലേ. അവരിത് കട്ട് ചെയ്ത് കളയേണ്ട സാധനം. ഇവന് ബുദ്ധിയില്ലാണ്ട് ഇവൻ പറഞ്ഞാലും അവർ കട്ട് ചെയ്ത് കളയണം. അവരത് ചെയ്തില്ല. അവരുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇതവിടെ പീഡന വീരന്മാരതും പോക്സോ കേസ് പ്രതികളതും ഇതൊന്നും നമ്മൾ കാണൂല, അത് ബഹിഷ്കരിച്ചിരിക്കുന്നു. ബാക്കി പ്രോപ്പറായി റിയാക്ട് ചെയ്ത ആൾക്കാർ വേറെ ആളെ പേര് പറയാം. കുറെ ആള് ചെയ്തിട്ടുണ്ട്. ഷഹരിയാർ കുറെ 10 അതിലും കൂടുതൽ ചെയ്തിട്ടുണ്ടെന്ന്, 10-100 ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട്. ഷഹരിയാർ ആദിലോ ഷഹരിയാർ ട്രോളൻ. എടാ, പോക്സോ കേസ് പ്രതിന്റെ പേര് ഇവിടെ പറയണ്ട, അത് ബ്ലോക്ക് ചെയ്ത് വിട്. ബാക്കി CM ഇല്ല, അങ്ങനെ ഒരാളില്ല. എന്താ അക്കൗണ്ട് ആദില അല്ല, റിയാക്ട് ചെയ്തായിരുന്നു അക്കൗണ്ട് എടുത്തന്നെ. ഇഷാൻ മാലിക്കോ നിഷാൻ മാലിക്, ഒരു മിനിറ്റ്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം ഒരു വള്ളി, ചെറിയ വള്ളി അല്ലല്ലോ. ഇതല്ലേ ഓക്കെ. ഇതില് ലാസ്റ്റ് വീഡിയോ ഇതോ
എത്ര വീഡിയോ ഇടല്ലോ പിന്നാക്കിയത് ജനലിന്റെ അടുത്ത് നിന്ന് അതെന്താ സംഭവം? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ളത് നിങ്ങളെ പോലെയുള്ള മറ്റ് സ്ത്രീകളുടെ സ്വകാര്യ നിമിഷങ്ങൾ ഒളിഞ്ഞു നോക്കിയിട്ട് ഒരു നാറിയെ നിങ്ങൾ അവിടെ വിളിച്ചിരുത്തി ആനന്ദിക്കുക. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഒരു തെറ്റല്ല എന്ന രീതിയിൽ നിങ്ങൾ ലഘൂകരിക്കുക. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് അത് ഒരേ ആയിരിക്കുള്ളൂ. ഞാൻ ഒരിക്കലും ഈ ചെറുക്കനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാര്യം അവനെ കുറിച്ച് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമല്ല. കാര്യം അയാൾക്കറിയാം, ഒരു ബോണ്ടം വിഴുങ്ങി ഈടിയാന്ന് ഇയാൾക്കറിയാം. നിങ്ങൾക്ക് അല്പമെങ്കിലും സാമൂഹിക ബോധ്യം. ഒരു സ്ത്രീയുടെ മാനത്തിന് ഒരുത്തൻ വന്നിരുന്ന് വില പറയുമ്പോൾ കൈയടിച്ച് ചിരിക്കുന്ന മറ്റൊരു സ്ത്രീ, നിങ്ങൾ ഒരു സ്ത്രീയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടത്തിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? അത് ജനലിനിടയിൽ കൂടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹം ചിരിക്കുന്നു, മറ്റേ ആൾ പറയുന്നത് കാണാനുള്ള ത്വരയാണെന്ന്. ഷെയിം ഓൺ യു. നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പുച്ഛതോന്നില്ല. എല്ലാത്തിനും ഒരു പരിധി വേണം. ഓക്കെ, ഫണ്ടും കാര്യങ്ങളൊക്കെ ഒക്കെ, പക്ഷെ അതിര് വിട്ടുള്ള പ്രകടനം അത് വളരെ ആപത്താണ്. ഈ നാടിനാപത്താണ്. ഇത് കണ്ട് വളർന്നു വരുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് മുന്നിൽ നിങ്ങളെപ്പോലുള്ളവർ കാണിക്കുന്നത് തെറി വിളിക്കുന്നത് പ്രശ്നമില്ല, മറ്റുള്ളവരുടെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കുന്നത് പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇന്റർവ്യൂ ചെയ്ത് ഇത്തരം പെക്കൂത്തുകൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. അതെന്താ കൊച്ചുകൊണ്ടേ അടിച്ച് കണ്ണ് പൊട്ടിക്കണം. ഇത് കമന്റ്സ് നോക്കിയാൽ മൊത്തം ഗോവിന്ദസ്വാമി ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ മിക്കവാറും ഇവർ ഇന്റർവ്യൂ എടുക്കും. കാര്യം മോനെ അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇവർ ഇന്റർവ്യൂ എടുക്കും. വെറൈറ്റി മീഡിയക്ക് ഗോവിന്ദസ്വാമിനെ ജയിലിൽ ചാടിയതിന്റെ 10 മിനിറ്റ് ഗ്യാപ്പിൽ കിട്ടിയെങ്കിൽ അവർ ഇന്റർവ്യൂ എടുക്കും, ഉറപ്പായിട്ട് എടുക്കും. അവരങ്ങനത്തെ പുരോഗമനല്ലേ, പുരോഗമിക്കട്ടെ, എല്ലാം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് നേരെ ആക്രമണം വരുന്ന കുറേ കമന്റ് സെക്ഷനിൽ അങ്ങനെ ചില ആൾക്കാർ വന്നിതാക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇത് വരുന്നു. മോനെ, ഞാൻ ന്യായമല്ലാത്ത ഒരു കാര്യം അത് ആര് ചെയ്താലും, എൻ്റെ സ്വന്തം തന്ത ചെയ്താലും ഞാൻ എന്തായാലും അങ്ങനെ ഇതാക്കാൻ നിൽക്കൂല. ഓക്കെ, ചില ആൾക്കാർ ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരെ താഴെ പോയിട്ട് ഇപ്പോൾ ഒരു തൊപ്പി കണ്ടാൽ വലിച്ചു കീറും, ഇപ്പൊ തൊപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടും, അല്ലെ തൊപ്പി ആർമി വരും, ഇങ്ങനത്തെ എന്തായാലും MRC പിള്ളേരെ തൊടുന്നോടാ, ഇങ്ങനത്തെ കമന്റ്സ്. എടാ മോനെ, നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയത്. ഓക്കെ, നമ്മളെ ഭാഗത്താണ് മണ്ടത്തിന്, നമ്മളെ ഗ്യാങ്ങിലുള്ള നമ്മളെ ടീമിലുള്ള ഒരുത്തനാണ് ഈ കാണുന്ന ഫാൻസിനോടെ ഞാൻ പറയുന്നത്. നമ്മളെ ഭാഗത്തുള്ള നമ്മളെ കൂട്ടത്തിൽ ഒരുത്തനാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനവർ റിയാക്ട് ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് എടാ പൊട്ട സാമാന്യ ബോധമില്ലടാ നിങ്ങൾക്കൊന്നും, സാമാന്യ ബോധമില്ലേ? അതിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് താഴെ പോയിട്ട് ഇങ്ങനത്തെ വർത്താനം പറയാലേ. ഇതൊന്നും ഒരിക്കലും മാസമല്ലല്ലോ. മാസം അടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടെന്തായി? മൂഞ്ചിയില്ലേ? മൂഞ്ചി നാറിയ വർഗം എന്ന് പറയുന്നുണ്ട്. കമന്റ്സ് പോയോ? കഴിഞ്ഞോ? വേറെന്താ? വേറെ ആരും റിയാക്ട് ചെയ്തേ? ആരാ? ഇതാരാ? ചാറ്റ് പറ. സീക്രട്ട് ഏജന്റ് യൂട്യൂബിൽ നിൽക്കുന്നു. സീക്രട്ട് ഏജന്റിന്റെ റിയാക്ഷൻ ഇതൊരു ആണാ ചെയ്തില്ലെങ്കിൽ ഇത്ര വലിയ ഇഷ്യൂ വരൂല. MRC മമ്മു ഇഷ്യൂ എന്ന് അടിച്ചാൽ എല്ലാവരും റിയാക്ട് ചെയ്തത് വരും. ട്രോൾ പേജുകൾ യൂട്യൂബിൽ അധികം ഇതില്ല. ഉണ്ടടാ, പറയണ്ടടാ. എല്ലാരും ഇട്ടങ്ങ് ആഘോഷിച്ചല്ലേ. ഗൈസ് നമ്മളെ ഇത് വ്ളോഗ് കാണാത്തവർ പോയിട്ട് വ്ളോഗ് കാണാം കേട്ടോ. ഞാൻ ഇപ്പൊ ഓർത്തെ, ഇതാരാ എഡിറ്റ് ചെയ്ത ആളാരാ? ലാസ്റ്റ് വന്ന എഡിറ്ററല്ല, അതിന്റെ തൊട്ട് മുന്നേ ഉള്ളതാ. ഡാനി ആണോ അതോ അഖിലാണോ? ആരും എഡിറ്റ് ചെയ്ത്? ചാറ്റ് ഈ ലാസ്റ്റ് ഇട്ട വ്ളോഗ് പോയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അതിന്റെ താഴെ കമന്റ്സ് പറയണേ. നമുക്ക് എഡിറ്ററിനെ സെലക്ട് ചെയ്യാൻ വേണ്ട. ഇതിന്റെ എഡിറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം. അടിപൊളി വ്ളോഗാ കേട്ടോ. നമ്മള് കണ്ണൂർ കല്യാണം കൂടാൻ പോയി. പിന്നെ എന്തെല്ലാം ഉണ്ടായിരുന്നു, എന്തായാലും ഞാൻ മറന്നുപോയി. കുറേ ദിവസം മുന്നേ എടുത്തതാ. ബീച്ചിലും അടിയിടെല്ലാം പോയതാ. മമ്മൂന് ലോകവും എന്ത് വെറൈറ്റികളും. തൊപ്പി ഞാൻ ഗ്യാങ്ങോ? ആഹാ, നോക്കട്ടെ എന്താ പറയുന്നത്. റിപ്പോർട്ടറോ ന്യൂസിൽ വന്നോ? റിപ്പോർട്ടർ TV എന്താ വന്നേ? ന്യൂസിൽ വന്നോ? പോടാ, ന്യൂസിലൊന്നും വന്നിട്ടില്ല. വന്നോ? ഇല്ല, വെറുതെ പറഞ്ഞ. സീക്രട്ട് ഏജന്റ് നോക്കട്ടെ. സീക്രട്ട് ഏജന്റ് നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ തൊപ്പി ആൻഡ് ദ ഗ്യാങ്
മൈക്ക് ശരി നോക്കിയത്. തൊപ്പി എന്ന ഗ്യാങ് ആൻഡ് മമ്മു പിടിച്ച വള്ളി. ഓക്കെ, അതാണ് വിഷയം. തൊപ്പി എന്ന ഗ്യാങ് ഭയങ്കര പോസിറ്റീവ് നോട്ടിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദ്മാരെ പറഞ്ഞതില് കുരുത്തക്കേടായിരിക്കാണോ? ഉസ്താദ്മാർ പറയുന്നുണ്ടല്ലേ അതില്? അല്ല, ഉസ്താദ്മാർ എന്തോ പറയുന്നുണ്ടായില്ല, അത് ഞാൻ കേട്ടിന്. എന്തോ ഒരു സംഭവം പറഞ്ഞു, ദർസിൻ്റെ എന്തോ പറഞ്ഞു. അത് ഞാനും പറയാം. അത് അതെല്ലാം എടാ, അതിൽ ഞാൻ ഒരു കാര്യം പറ്റും. ഉസ്താദ്മാരാന്ന് പറഞ്ഞാൽ ഉസ്താദ്മാരിൽ ഒരു കൂടുതൽ വിഭാഗവും എനിക്കറിയാം. ഞാൻ അത്രയും കാലം ദർസിലും ഇതിലും പോയത് എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. ഓക്കെ, സ്റ്റിൽ എനിക്ക് അത്രയും കമ്പനിയുള്ള നല്ല ഉസ്താദ്മാരുണ്ട്, ശരിയാണ്. ഓക്കെ, അങ്ങനെ വേറൊരു വിഭാഗം ഉണ്ട്. പക്ഷെ കൂടുതലും മോനെ ഒരു വിഭാഗമുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ആ വിഭാഗത്തിൻ്റെ ഒരു വിഭാഗമുണ്ട്. ഓക്കെ, അത് മുസ്ലിങ്ങളിൽ തന്നെ പല കാറ്റഗറി ഉണ്ടടാ, ഞാൻ കാര്യം പറയാം. ഒരു വിഭാഗമുണ്ട്, അതെന്ന് പറഞ്ഞാൽ മോനെ അങ്ങനത്തെ ദർസിലൊന്നും പിള്ളേരൊന്നും കൊണ്ടുണ്ട് ആക്കരുത്. കാര്യം പറയാം, ചിലപ്പോൾ ഇവന് ഇങ്ങനെ ആകുന്നതിൻ്റെ കാരണം അങ്ങനത്തെ ദർസിലും പോയി പഠിച്ച അതുകൊണ്ട് അമ്മ എനിക്കറിയില്ല, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഉസ്താദ്മാർ പറഞ്ഞതിൻ്റെ കുരുത്തക്കേട് അങ്ങനെ പറയണ്ട. എല്ലാ ഉസ്താദ്മാരും നല്ലതല്ല, എനിക്കറിയാം. തൊപ്പിക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ച്, ഡ്രാസ്റ്റിക് ചേഞ്ചാണ് തൊപ്പിക്ക് വന്നിട്ടുള്ളത്. കുറേ കാര്യങ്ങളിൽ തൊപ്പി മാറി, ഭയങ്കര മെച്ചുവേർഡായി. തൊപ്പി സത്യം പറഞ്ഞാൽ വീട്ടിലിപ്പോൾ ഒരു അച്ഛൻ്റെ സ്ഥാനം, പിന്നെ കുറേ കുട്ടികളും. അതാണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാര്യം പറയട്ടെ, മമ്മൂൻ്റെ ഇത് വന്നപ്പോൾ, ഇന്നലെ രാത്രി മമ്മൂൻ്റെ ഈ ഇഷ്യൂ വന്നപ്പോൾ എനിക്ക് അത്രയും വിഷമമായിന്. ആദ്യം അത് കണ്ടപാടെ എനിക്ക് അത്രയും വിഷമമായിന്. കാര്യം പറയാം, 24 ന്യൂസ് നോക്കാം 24 വന്നോ. ഓക്കെ, ഇത് മമ്മൂൻ്റെ ഇന്നലെ രാത്രി ഈ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് അത്രയും ഞാൻ ഹാർട്ട് ബ്രേക്ക് ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു സീൻ വന്നാൽ പോലും എനിക്ക് ഇത്രയും ഇതുണ്ടാവില്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകൾ മുന്നേ വന്നതാണ്, കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺട്രവേഴ്സികളും കാര്യങ്ങളും വരുന്നതാണ്. പക്ഷേ ഇവനെ ഞാൻ അത്രയും അങ്ങനെ നോക്കിയതാടാ, മനസ്സിലായോ? ഇവനെ ഞാൻ അങ്ങനെ നോക്കിയതാണ്. ഒരു ഇതും ഇവൻ്റെ വായിന്ന് വരാണ്ട് മാക്സിമം നല്ലതിൽ തന്നെ കൊണ്ടുപോകാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ടതാണ്, മനസ്സിലാവും. ഇന്നലെ രാത്രി ഇങ്ങനെ ഈ ഒരു സംഭവം തുടങ്ങുമ്പോൾ ഈ പൊട്ടിപ്പുറപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ ഉപ്പെല്ലാം അനുഭവിച്ച വിഷമമെല്ലാം എനിക്ക് മനസ്സിലാവും. കാരണം നമ്മളൊരാൾ അത്രയും നോക്കി, അയാൾ അത്രയും കെയർ ചെയ്ത്, അയാൾക്കൊന്നും വരാണ്ട് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് അയാളെ വളർത്തി ഇങ്ങനെ കൊണ്ടുവരുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ പോയി ചെയ്യുമ്പം എൻ്റെ ഉപ്പാക്ക് പണ്ട് ഇതേ അവസ്ഥയായിരുന്നു. എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര ഇമോഷണലായിപ്പോയി. കാരണം എൻ്റെ ഉപ്പാൻ്റെ മൈൻഡിലുണ്ടാകുന്ന ആ മാനസികാവസ്ഥ, ആ വിഷമം ഞാൻ ഇന്നലെ ശരിക്കും അനുഭവിച്ചടാ. കാര്യം പറയല്ല, അത്രയും എനിക്ക് വിഷമമായിപ്പോയി. ആച്ചാ പണ്ട് ഞാനിങ്ങനെ ഓരോ തരങ്ങൾ കാണിക്കുമ്പോൾ, ഓരോ പരിപാടി തൊണ്ടിത്തരങ്ങൾ കാണിക്കുമ്പോൾ ഓരോ ദിവസവും രാത്രി എൻ്റെ ഉപ്പ എങ്ങനെയായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുന്നല്ലേ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയടാ. കാരണം വെച്ചാൽ ഉപ്പ എന്നോട് സംസാരിക്കുകയും ചെയ്യില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്നും. മീൻസ് എന്നോട് മിണ്ടാണ്ട് അതിന് തന്നെ ഒരു കാരണമുണ്ട്. അതിന് ശേഷം ഇതുവരെ എന്നോട് മിണ്ടിയിട്ടില്ല, മനസ്സിലാവും. അപ്പം ഈ പുള്ളീൻ്റെ ഇമോഷൻ എന്താണെന്ന് ഒന്നും തുറന്നു പറയാൻ കഴിയില്ലല്ലോ എന്നോട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കൂലല്ലോ. അപ്പം എന്താ ഉള്ളിലെന്ന് എനിക്കറിയാൻ, ഒരാളോട് പറയാൻ പോലും പറ്റില്ല, എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, എന്നോട് സംസാരിക്കാൻ പോലും ഇതില്ലാത്തൊരവസ്ഥ. ഞാൻ ഇന്നലെ ശരിക്കും അത് ഞാൻ അറിഞ്ഞ് കർമ്മ, ആ കാര്യം പറഞ്ഞാൽ ഇതൊരു കർമ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശരിക്കും ഞാൻ ഉമ്മാന്നെല്ലാം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മാക്ക് എന്നോട് സംസാരിക്കാം, പിറ്റേ ദിവസം വന്ന് ഇതാക്കി, പിന്നെ ഉമ്മ എനിക്ക് ഫുഡ് എടുത്ത് തരും. ഞാൻ എന്ത് ചെയ്താലും ഉമ്മാനോട് ഞാൻ സംസാരിക്കും, മനസ്സിലാവും. പക്ഷെ ഉപ്പാന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കുറേയായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ ഓരോ പരിപാടി ചെയ്യുമ്പം അയാളെ തലയിൽ പുള്ളി എങ്ങനെയായിരിക്കും ഇത്രയും കാലം ജീവിച്ചത്, എനിക്ക് ഞാൻ സൗണ്ട് കേട്ടത് പോലും മറന്നുപോയടാ. ഞാൻ ചെറുപ്പത്തിൽ കേട്ടതാ സൗണ്ട്, ഞാൻ പുള്ളീൻ്റെ സൗണ്ട് പോലും ഞാൻ മറന്നുപോയി, മനസ്സിലായോ. ഇന്നലെ ഞാനത് ശരിക്കും അനുഭവിക്കുന്നടാ. നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, മുന് ഭയങ്കരമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും നമ്മുടെ പോസിറ്റീവ് നോട്ട് അവർ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഒരിടയ്ക്ക് അല്ലെങ്കിൽ തുപ്പിയുടെ തന്നെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ബട്ട് ഇറ്റ്സ് നൗ വെരി ആക്റ്റീവ്, വ്യൂവർഷിപ്പ് ഭയങ്കരമാണ്. അങ്ങനെ ആകെ മൊത്തം ഒരു അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കുകയാണ്. കാരണം ഞാനാണ് ഒരു പക്ഷേ തൊപ്പിയുടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ തന്നെ എനിക്ക് ആണോ? ആ ശരിയാണ്. സീക്രട്ട് നമ്മൾ ഏത് വീഡിയോ വന്നാലും റിയാക്ട് ചെയ്യുന്ന ആളാല്ലേ. ഞാൻ നെഗ് എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തൊപ്പിയുടെ എപ്പോഴും നെഗ് കൊടുത്തിട്ട് എന്താ പറയുന്നത്, ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ആരും കണ്ടിട്ടുണ്ടോ? അതിൽ നിന്ന് വ്യൂവർഷിപ്പ് പ്ലേൻ 2x ആ ശരിയാ, പെട്ടെന്ന് 2x പ്ലേ ചെയ്യാം. 2x ഇടല്, 2x. ബട്ട് എനിക്ക് രണ്ട് ഭയം സംഗതി ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് പോസിറ്റീവ് നോട്ട് നമ്മൾ മാത്രം പറയാം. പക്ഷെ അത് തുടങ്ങുന്നതിന് മുമ്പ് ഈ മമ്മ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് വെറൈറ്റി മീഡിയ. ആക്ച്വലി വെറൈറ്റി മീഡിയയുടെ കോണ്ടന്റുകൾ
ഞാൻ കുറച്ച് സീനാണ് ചാനൽ പോയിട്ട്. ഓക്കെ, അത് അവരുടെ തന്നെ വേറൊരു വിഷയത്തിന് മുകളിൽ ക്യാമറ ആയിട്ട് മുകളിൽ ഞാൻ പെട്ടെന്ന് വിഷയമാക്കി വെച്ചതാണ്. സംസാരിച്ച് പിന്നെ അങ്ങനെ അങ്ങോട്ട് വർത്താനം ക്ലിയർ എടുക്കുന്നില്ല എന്ന് പോയതാണ്. പക്ഷേ ഇത് ഈ സംഗതി അറിയും പറയാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഓക്കെ, അതിന്റെ മുകളിൽ ഇപ്പോൾ അവർ എന്ത് ഒലയ്ക്കാണെങ്കിൽ ഇതിന്റെ മുകളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിലാണ് കണ്ടത്. എനിക്ക് വേറെ വഴിയില്ല. അത് ഇതിപ്പം പറയുന്നത് നമുക്ക് വെച്ചേ പറ്റും. ഓക്കെ, വെക്കാതെ കൂട്ടി കാര്യമില്ല. നൈനിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം നോട്ടുള്ള കുട്ടിയുടെ പേര് തന്നെയാണ് നൈനിഷ എന്നുള്ള കുട്ടിയാണ് ഇന്റർവ്യൂ എടുത്തിട്ടുള്ളത്. നമ്മൾ വൈത്താളത്തിനൊരു ഓർമ്മയില്ല. ഓക്കെ, ഇപ്പൊ സത്യം പറഞ്ഞാൽ തൊപ്പിയുടെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ തൊപ്പി എങ്ങനെയായിരുന്നു അതിന്റെ ഒരു കാർബൺ കോപ്പി അടിച്ച് കയറാനാണ് മമ്മൂന്റെ സ്കീം. ഒരു പരിധി വരെ കാര്യം മമ്മൂ സംഭവം എന്താ പറയാ, ഞാൻ പണ്ട് ചെയ്തതുപോലെ ചെയ്തിട്ട് കയറി പോവാ അങ്ങനത്തെ ഒരു ഇത് സത്യം പറഞ്ഞാൽ 90% തെറ്റ് എന്റേതാടാ. ഇവൻ എന്നെ കണ്ടിട്ട് എന്നെ പോലെ ഇതാക്കാൻ നോക്കിയിട്ടാണ് ഇവൻ ഈ മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്. അതാ സംഭവം. ഇത് 90% എന്റെ മിസ്റ്റേക്കാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാര്യം പറയാലോ ഓക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇടയിൽ തന്നെ മമ്മൂന്റെ മറ്റേ ഉസ്താദ് നമ്പൂരിയായിട്ടുള്ള വേഷം കുറച്ചൊക്കെ അതിലൂടെ പറഞ്ഞത് അങ്ങനെ സാധനങ്ങളൊക്കെ കുറച്ച് പേരെ കഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ആ സെൻസിൽ പോകുന്നൊരു കണ്ടന്റ് അവരെ വോട്ട് വിചാരിച്ചിട്ട് ഞാൻ അത് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂ അത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കുട്ടിയെ തല്ലി അവൻ്റെ ഒരു എന്താ പറയുക അഗ്രസീവ് ഫേസ് അങ്ങനെ സാധനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒളിഞ്ഞ ഓട്ടത്തിനെ കുറിച്ച് പറയുന്ന ഒരു സാധനമാണ്. അത് ഭയങ്കരമായിട്ട് ആങ്കറിലിരുന്ന് കേട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം എക്സ്ക്ലൂസിവിറ്റിയാണ്. എല്ലാം പിടിച്ചിട്ട് വൈറൽ അല്ലെങ്കിൽ എല്ലാം പിടിച്ചിട്ട് സെറ്റ് ആക്കുക എന്നുള്ളൊരു സാധനം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി കൂടി വേണം. മനസ്സിലായോ? അപ്പൊ ആ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു കമ്മി ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഓനാണെങ്കിൽ 2-3 വട്ടം ഇവൻ പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി എവിടേക്കോ. അതായത് ഞാൻ പറയാൻ മെയിൻ പാർട്ട് പറ ആ ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനത് സൗണ്ട് മാത്രമായിട്ട് വെക്കാൻ കാരണം എന്താ വെച്ചാൽ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ബ്ലറാക്കി സൈഡ് വെക്കാൻ കാരണം എന്താ വെച്ചാൽ അങ്ങനെ മതി. ഓക്കെ, ചാനൽ വേണ്ടി കുറച്ച് പറ്റുള്ളതാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ചോദിച്ചിട്ടാണെന്ന് അല്ലെങ്കിൽ വേറെ സ്കീമാണ് അങ്ങനെ അടിച്ചുള്ള ടീമാണ്. പക്ഷെ ഞാൻ പറയും എനിക്ക് പേഴ്സണലി ചില കാര്യങ്ങൾ കണ്ടാൽ പോയിന്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, അത് ഈവൻ ഈഗോന്റെ മുകളിൽ നിന്നല്ലാതെ കുറച്ചൊക്കെ സെൻസിൽ എടുത്തിട്ട് ചില കാര്യങ്ങൾ അത് പഠിക്കണം. ഞാനാണ് ചാനലിൽ ആരാണ് ഇൻഡിവിജ്വൽ അത് പഠിച്ചേ പറ്റുള്ളൂ. ഒരു സ്കീമാണ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഒരു എഡിറ്റിംഗ് നമുക്ക് സാധനം മറ്റേ കട്ട് ചെയ്ത് കളയുന്ന സെൻസ് ആണ് ഇങ്ങനത്തെ വിഷയങ്ങൾ പറയും. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് എന്നെ മൂവി വേൾഡ് എന്ന് വിളിച്ച് എൻ്റെ ഉമ്മ സത്യം എനിക്ക് അത്രയും റെസ്പെക്റ്റ് തോന്നിപ്പോയടാ അവരോട്. അത്രയും റെസ്പെക്റ്റ് തോന്നിപ്പോയി. അതായത് ഈ മൂവി വേൾഡ്, അതായത് നമ്മൾ എല്ലാവരും ഇന്റർവ്യൂ കൊടുത്ത ചാനലിന്റെ മാനേജറല്ല ഡയറക്ടർ, കണ്ടന്റ് ഡയറക്ടർ എന്നെ വിളിച്ചു. സുമേഷ് എന്ന പേര്. പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്. തൊപ്പി നാളെ നമ്മളെ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് ഇതാവുന്നത്, നമ്മൾ ഗ്യാങ് ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത്. അപ്പം ഇത് കട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ഭാഗം ഉണ്ടെന്ന് പറയണേ. അങ്ങനെ പറഞ്ഞ് വിളിച്ചറാ എന്നാ എടാ എന്തൊരു നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ വെറൈറ്റി വീഡിയോ ഒന്നും ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും ഇല്ല. ഞാനവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ ഇവര് തൊപ്പിയെന്തിനും ഇവിടെ എടുത്തിരിക്കുന്നത് എന്നുള്ള ഭാവം അവർക്ക് മനസ്സിലാവും. അതായത് മമ്മൂനവർക്ക് ഒറ്റക്ക് കിട്ടണം, അതിൽ കട്ട് ചെയ്യാണ്ട് ഫുള്ള് എടുത്ത് ഇടണം, എല്ലാം കണ്ടന്റ് ആക്കണം. അതാണ് അവരുടെ മൈൻഡ്. ഇതെന്ന് വെച്ചാൽ ഈ മൂവി വേൾഡ് പോലത്തെ ചാനലുകളെ കണ്ട് പഠിക്കണം ഈ വെറൈറ്റി മീഡിയയിൽ. കാരണം മെഹർ, ഞാൻ കാര്യം പറഞ്ഞു, മറ്റേ ആങ്കർ മെഹറിനെ കണ്ടു പഠിക്കണം. മെഹർ എന്ന് പറഞ്ഞാൽ മോനെ അത്രയും ക്ലീൻ മനുഷ്യനാണ്. ഞാൻ കാര്യം പറയാലോ, അങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള ഒരു ചോദ്യമോ അങ്ങനത്തെ ഒരു വൃത്തിയായിട്ടൊരു ഇതോ അങ്ങനത്തെ ഒരു കുത്തി ഇതാക്കലോ ഒരു നെഗറ്റീവ് ഇതോ, അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ആ ഇന്റർവ്യൂ കണ്ടവർക്കറിയാം. മൂവി വേൾഡിൽ നമ്മൾ 2 ദിവസം മുന്നേ ഒരു ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്റർവ്യൂവിന്റെ. അതിന്റെ സെക്കൻഡ് പാർട്ട് നാളെ റിലീസാവും. ആ ഫസ്റ്റ് പാർട്ട് കണ്ടാ അറിയാം. അത്രയും ഫണ്ണായിട്ട് അത്രയും എന്താ പറയാ പോസിറ്റീവ് ആയിരുന്നു. നമുക്ക് തന്നെ അവിടെ ഇരുന്ന് സംസാരിക്കാനൊരു ഇതായിരുന്നു. മനസ്സിലാവും, ഒരു പോസിറ്റീവ് വൈബായിരുന്നു. ഇതൊരുമാതിരി ഞാൻ കാര്യം പറയില്ല. ഇനി വെറൈറ്റി മീഡിയ എന്നുള്ള ചാനല് മോനെ ഞാൻ കാര്യം പറയല്ല. ആ വെറൈറ്റി മീഡിയ എന്നല്ല, കുറച്ച് ചാനലുകളുണ്ട്. പേരെടുത്ത് പറയാനാണെങ്കിൽ വേണ്ട, പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഓക്കെ, കുറച്ച് ചാനലുകളുണ്ട്. കാര്യം പറയല, അവർക്ക് ഇനി ഇന്റർവ്യൂ കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കരുത്. മനസ്സിലായി? ഇവരെന്ന് വെച്ചാൽ ഇവരെ നമ്മളെ വിൽക്കാൻ വേണ്ടിട്ട്, നമ്മളെ വിൽക്കലെന്ന് മാത്രമല്ല, ഇവർക്ക് എന്ത് ഉണ്ടെങ്കിലും അവരാലോചിച്ച് നോക്ക്. ആ ആങ്കർ നീ ബാക്കിയെല്ലാം പോട്ടെ, അവര് സ്വന്തം ആങ്കറിനെ അവർ എടുത്ത് വിറ്റു. ആങ്കറിന് നെഗറ്റീവ് വരുന്ന അവർക്ക് അറിയാം. എന്നിട്ട് അവരത് എടുത്ത് ഇട്ടു. അപ്പൊ പിന്നെ നമ്മളെ കാര്യം പറയാണ്ട. സ്വന്തം അവരെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ അവരിങ്ങനെ ചെയ്യുന്നത്, പണിയാന്ന് കൊടുക്കുന്നത്. അതാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മളൊന്നും കാര്യം അവിടെ ചിന്തിക്കുക വേണ്ട. ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോ ഈ ആങ്കർ അറിഞ്ഞുകൊണ്ട് ചെയ്തോന്ന് പറഞ്ഞായിരിക്കാം.
അതെന്തോ അതെനിക്ക് അറിയില്ല. ഇവിടെ ഞാൻ ഒരു കാര്യം പറ്റേ, ഞാൻ ഇതിന് ഈ ഞങ്ങളുടെ പേര് ഞാൻ പറയത്തില്ല, ഓളെ ഇതിൽ പോകുന്ന വെച്ചാൽ പണ്ട് ഒരു ഇന്റർവ്യൂ ഇവള് ഇതിൽ എനിക്ക് പരിചയമുണ്ട് ഇവളാ, മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇതിലാണ്, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ അവിടെ പോകുന്നത്, മനസ്സിലായോ? ഞാൻ ഈ ചെക്കനെയും കൊണ്ട് ഈ മമ്മൂനെയും കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിക്കുന്നത് ആ ഒരു ഇതിലാണ്. ഇങ്ങനെ ആവുമെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ. ഇത് സ്വാഭാവികമാണ്. ഇതിലും വലിയ തെറ്റ് ചെയ്യുന്നവന്മാർ ഉണ്ട്. അവനെ അറിയാത്ത പ്രായത്തിൽ നടന്ന സംഭവമല്ലേ ഒഴിവാക്കി വിടുക. എടാ, അറിയാത്ത പ്രായത്തിൽ നടന്ന സംഭവമാണെങ്കിൽ നമുക്ക് സംസാരിക്കാം പിന്നെയും. ഇത് അല്ല, അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇതാക്കാം, അല്ലെങ്കിൽ ഓനെ ഇരുത്തി ചോദ്യം ചെയ്യിപ്പിക്കാം. ഇത് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പോലെയല്ല. ഇവൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവനെന്ന് പറഞ്ഞാൽ അവിടെ സ്പൈസ് അപ്പ് ചെയ്യാൻ വേണ്ടി ഇവന്മാർ ഇന്റർവ്യൂക്കാർ ഇത് പ്രഷർ ഇട്ടപ്പോൾ ഇവൻ ഫണ്ണും കോമഡിയും ഉണ്ടാവില്ല, ഇവിടെ ഒന്ന് ഫുള്ള് ബോറിംഗ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് ഫണ്ണും കോമഡിയും ആക്കാൻ വേണ്ടിയിട്ട് ഇവൻ മണ്ടത്തരം വിളിച്ച് പറഞ്ഞതാണ്, മനസ്സിലായി? ഇവൻ പറഞ്ഞിട്ട് കാര്യമില്ല. അവനെങ്കിലും സെറ്റാവണം നടക്കണം. അപ്പൊ അവൻ കുറച്ച് മസാല പുളി ഇടും. ചിലപ്പോൾ അവൻ ഇല്ലാത്തത് വിളിച്ച് പറയും. ഇപ്പൊ ഉള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിളിച്ച് പറയും. ഇവന് ഉണ്ടാവുന്ന ഒരു തരം ഒരു സാധനമാണ്, കഴിഞ്ഞ ഒരു സംഭവമാണ്. ഓക്കെ, ഇപ്പൊ ഇവൻ ഈ സംഗതികൾ ചെയ്യില്ലല്ലോ. എടാ, ഞാൻ ചോദിക്കട്ടെ, ഇവൻ വിളിച്ചിട്ട് വരുന്നില്ല. എനിക്ക് വന്ന് ഇവൻ അങ്ങനെ ക്യാമറനെ ഫേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ ആയിരിക്കൂല എന്ന് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി അവൻ അത്രയും ഇതിലുള്ളത്. നമുക്ക് അവനെ പിടിച്ചിരുത്തണം അതിന് മുന്നിൽ. പിന്നെ ഓരോ ആൾക്കാരോട് പറയണ്ടേ? ഓൻ തന്നെ അത് മാപ്പ് പറയുന്നതല്ലേ അതിന്റെ രീതി. എന്നാ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാ, പിടിച്ച് വലിച്ചു കൊണ്ടുപോവാ. ആൾക്കാരെന്താ പറയുന്നത്? ചാറ്റ് എന്താ പറയുന്നത്? എങ്ങനെ? ഇത് ഞാൻ കണ്ടില്ലേ? ഇത് ഞാൻ ഇന്നലെ കണ്ടില്ലേ? ഇത് റിയാക്ട് ചെയ്യണം. ഇത് ഞാൻ ഓൾറെഡി കണ്ടത്. സ്കിപ്പ് ചെയ്യാന്ന. പിന്നെ അല്ല, ഇതിന്റെ മെയിൻ പാർട്ട് എന്താ? ഇവരെന്താ പറയുന്നത്? കോമഡി ആക്കി ഷോക്കേസിംഗ് എന്താ പറയാ, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ ഈ ഉൾനോട്ടത്തിലേക്ക് എത്രത്തോളം ചിരിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാണാനുള്ള എനിക്ക് അറിയില്ല പേഴ്സണലി. അതൊക്കെ സഫർ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മളാണ്, ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും അഡ്വാൻസ്ഡ് സൊസൈറ്റിയിലാക്കുന്നത്. ബ്രോ, അവനോടൊരു എക്സ്പ്ലനേഷൻ വാങ്ങി മാപ്പ് പറയ്ക്ക്. ഇഷ്യൂവിന്റെ ഗ്രാവിറ്റി കുറയുന്ന ഒരു ഗ്രാവിറ്റി ഇവിടെ കുറയാനില്ല. മണ്ടത്തരാന്ന് വിളിച്ച് പറഞ്ഞത്, ചെയ്തത് മണ്ടത്തരാണ്, കാര്യം പറയാലോ. അവിടെ പോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവിടെ ഇനി ഗ്രാവിറ്റി കുറയാനൊന്നുമില്ല, മാപ്പും അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ ഓന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കേൾക്കാന്നുള്ള. നീ അതിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് എന്താന്ന് പറയാനുള്ളതെന്ന് ചോദിക്കട്ടെ. ഓൻ എന്നോട് ഞാൻ സംസാരിച്ച് വെച്ചിട്ട് ഓൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് എന്താ ഓൻ്റെ മൈൻഡിലെന്ന് വെച്ചാൽ കുറേ സിനിമ ഇതെല്ലാം കണ്ടിട്ട് ഓൻ്റെ മൈൻഡിൽ ഈ സിനിമയെല്ലാം കാണുമ്പോൾ സിനിമയിലെല്ലാം ഇത് കോമഡി ആണല്ലോ. ഇവൻ്റെ വിചാരം ഇത് സിനിമയിൽ വെക്കുന്ന പോലെ കോമഡി ആക്കാം, ഇത് കോമഡി രീതിയിലാണ് പോവുക. കുറേ BGM ഇട്ട് ഇറങ്ങും, ഫാൻ പേജ് ഈ മണ്ടന്മാർ ഇങ്ങനത്തെ കുറേ ഈ സാധനം ഈ വെളിവില്ലാത്ത വർത്തമാനങ്ങൾ എടുത്ത് ഇതാക്കുമല്ലോ, BGM ഇട്ട് കയറ്റുമല്ലോ. അപ്പൊ ഈ എല്ലാവർക്കും വെളിവുണ്ട്. അത് ഇവനക്ക് മനസ്സിലായിട്ടില്ല. ഇവരുടെ വിചാരം സിനിമയിൽ ഇതെല്ലാം കോമഡി IT കുളിസീൻ എത്തി നോക്കുന്നതെല്ലാം കാണിക്കുന്ന കണ്ടിട്ട് ഇവൻ അതുപോലെ ഒരു കോമഡി സാധനം പറയാന്ന് വിചാരിച്ച് ഇന്റർവ്യൂ കത്തും. അങ്ങനെ ഇവൻ വിചാരിച്ചത്. ഇത് കത്തി, പക്ഷെ വേറെ രീതിയിലാന്ന് മാത്രം. മൂഞ്ചിയിട്ടുണ്ട് നന്നായിട്ട്. വിഷമവും വരുന്നു, ദേഷ്യവും വരുന്നു ഇവനെ കാണുമ്പോ. വരുന്നുണ്ട്. എനിക്കിത് കാണാൻ കഴിയില്ല മോനെ. എടാ, പുറത്താക്കാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാൻ പറഞ്ഞു, മാനേജ്മെന്റ് പുറത്താക്കാൻ. എനിക്ക് എന്നോട് പറഞ്ഞില്ല, നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല, എനിക്ക് വിഷമമാണ് കാണുമ്പോൾ. ഞാൻ അങ്ങോട്ട് നോക്കി പറഞ്ഞു. ആരുമില്ലല്ലോ, ഇവിടുന്ന് പോലെ ഫുഡ് പോലും കിട്ടില്ല, ഇങ്ങള് മാത്രമേ ഉള്ളൂ. നീ കരച്ചിൽ നിർത്ത്. നീ എക്സ്പ്ലെയിൻ എന്താന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയണം. എക്സ്പ്ലനേഷൻ കൊടുക്കുക, ആൾക്കാർക്ക് വേണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കുക. കുറെ കരച്ചിൽ ഇതും ആക്കല്ല. കോമഡിക്ക് വേണ്ടി ചെയ്ത
ഇത് നീ ആക്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് സംശയമുണ്ട്. എല്ലാം മൂക്കലല്ലോ ഒലിക്കുന്ന തുടക്ക് കൊടുക്ക, തുടക്കാൻ നിങ്ങൾ കൊടുക്ക. എന്താന്ന് വെച്ചാ വേഗം സംസാരിക്കും. മോനെ നിന്നെ പുറത്താക്കണമെന്ന് എനക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. ഒരാള് പോലും നിന്നെ പുറത്താക്കണ്ടെന്ന് പറയുന്നില്ല. ഒരാള് പോലും പറയുന്നില്ല. എല്ലാരും കിക്ക് എന്ന് പറയുന്നത്. എല്ലാരും കളിയാക്കി ചിരിക്കാൻ നിന്നെ നോക്ക്. ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാ. എന്താ നിനക്ക് പറയാനുള്ളത് പറ. നീ എന്തിനങ്ങനെ ചെയ്തു, അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു? ഞാനൊന്നും ചെയ്യൂല, ഞാൻ ലൈവിലൊന്നും ചെയ്യൂല. ലൈവിൽ ഇനി അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. നീ ലൈവിലില്ല മമ്മു. ഒന്നാമത്തെ കാര്യം അത് എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാൽ സൂക്ഷിക്കാൻ? ഒന്നും ചെയ്യൂല, എന്നെ പുറത്താക്കല്ല. ഇത്രയും ഇടുന്നില്ല നിങ്ങൾ മാത്രല്ലല്ലോ. 1 year സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ? ഇല്ലടാ അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ നാളെ പിന്നെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യും. ബാക്കിയല്ലടാ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരുത്തം വന്നിട്ട് എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാടാ, ഭയങ്കര സീനാണ്. അങ്ങനെ 10 കാര്യമില്ല. എല്ലാരും കിക്ക് എന്നാ പറയുന്നത്. സ്റ്റിൽ നീ കരയുന്ന കേട്ടോ ആൾക്കാർ കിക്ക് എന്നാ പറയുന്നത്, നിന്നെ പുറത്താക്കുന്ന പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇവിടെ ചാറ്റ് പറയുന്നതിന്റെ അപ്പുറം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മമ്മു. ഞാൻ പറയട്ടെ, ഒരു നല്ല ബോർഡിങ്ങിൽ ഞാൻ ആക്കി തരാം. ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം. ബോർഡിങ്ങിൽ പോയിട്ട് കുറച്ചാലും നിൽക്ക്, കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതാകട്ടെ, മൈൻഡ് മാറട്ടെ. നിന്റെ ഈ മൈൻഡ് വെച്ചിട്ട് സീനാടാ. ഇവിടെ നിൽക്കാൻ പറ്റില്ലടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നും പറയില്ല, പെണ്ണുങ്ങളെ ഒന്നും പറയില്ല. സിംഗിളെല്ലാം നീ പറ. നീ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ടീമിൽ ഞാൻ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കട്ടെ. ഇവനെ പുറത്താക്കണം എന്ന് പറയുന്നവര് ഒന്ന് കൈവോക്കിയ. പുറത്താക്കണം എന്ന് പറയുന്നവര് നിന്റെ ഒപ്പീനിയൻ പറഞ്ഞ റാംബോന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു. റാംബോന്റെ എന്താ അഭിപ്രായം? നമ്മളെല്ലാരും ഒരു ടീമിലുള്ളല്ലേ, എല്ലാരും അഭിപ്രായങ്ങൾ തുറന്നു പറ. ഒരാൾക്ക് എന്താ അഭിപ്രായം തുറന്നു പറ. പിന്നെ ഇവിടെ ഒരു തീരുമാനമാക്കണ്ടേ? ആ ബുദ്ധിക്കുക പോലെ അല്ലാണ്ട് ബോണ്ട വായിലിട്ട് ബുദ്ധിക്കുക പോലെ നിൽക്കുന്നത്. അഭിപ്രായം പറ. നിന്റെ എന്താ അഭിപ്രായം പറ. നിനക്ക് എന്താ തോന്നുന്നേ? ഒന്നാമത്തെ കാര്യം നമ്മളോട് പറഞ്ഞു, എടാ ഇതെല്ലാവർക്കും റെസ്പോൺസിബിൾ, എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതെല്ലാവർക്കും ഒരുപോലെയാണ് ബാധിക്കുന്നത്. ഗ്യാങ്ങിനെ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് വേണ്ടി മാത്രം ഇതാകുന്നല്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് ആൾക്കാർ എന്താ ഇതാക്കുക? നിങ്ങൾ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരെന്നാ പറയാ. ഒരു തെറ്റോ ചെയ്ത ഇവൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല. ഇവൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഇവിടെ ഒരു തെറ്റോ ചെയ്തതിന് നമ്മൾ കൂട്ടു നിൽക്കല്ല വേണ്ടത്. നമ്മള് ടീമാണ്, ശരിയാണ്, ഗ്യാങ്ങാണ്, ഫാമിലി പോലെ കഴിയുന്നത്. പക്ഷെ ഒരു തെറ്റ് ഒരാളെ കൊന്നിട്ട് ഞാൻ പറയുന്നത് കൂടെ നിൽക്കണോ? ഇല്ല, അങ്ങനെ നിൽക്കരുത്. അങ്ങനെയല്ല. ഇതങ്ങനെ കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റല്ല. കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റല്ല. കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരു മിനിറ്റ്, കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ? ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഇല്ല, എല്ലാം അങ്ങനെ പറ്റുന്ന ഇതല്ല. പിന്നെ നീ എന്ത് വിചാരിച്ചിട്ട് ഇത് പറഞ്ഞത്? നിക്ക് എല്ലാരും കൂടെ പിന്നെ എന്ത് വിചാരിച്ചിട്ടാ പറഞ്ഞത്? ഞാൻ ഇത് കേട്ട വിചാരിച്ചുള്ളൂ ഇതൊന്നും മൂക്കുന്നല്ല അതല്ലോ വരുന്ന. ഒന്നാമത്തത് ഇല്ലാത്തതാണ്. ഇപ്പോഴാണ് ഇവരടക്കം അറിയുന്നത് ഇതൊക്കെ സംഭവം ഇല്ലാത്തതാണ് എന്നുള്ളത്. ഇല്ലാത്താന്ന് പറഞ്ഞാലോ ഒരാളെ പോയി പറഞ്ഞോ? ഓൻ പറഞ്ഞ തമാശക്ക് ആയിക്കോട്ടെ, സീരിയസ് ആയിക്കോട്ടെ, നടന്നതായിക്കോട്ടെ, നടക്കാത്തതായിക്കോട്ടെ, ഓൻ പോയി പറഞ്ഞോ? അത് ആൾക്കാർ കേട്ടോ? ഗ്യാങ്ങിനെ എല്ലാരെയും ബാധിച്ചോ? അത്രേ ഉള്ളൂ. ശരിക്കും പറയട്ടെ,
ഷെബീറെ ഇല്ലടാ പുറത്താക്കല്ലോ ഇല്ല, ഇല്ല, ഇല്ല. പുറത്താക്കാൻ ഞാൻ പറയില്ല, പക്ഷെ നീ ചെയ്തത് വലിയ തെറ്റാ. പുറത്താക്കണോ വേണ്ടേ എന്നുള്ളത് ഞാനല്ല പറയേണ്ടത്, അത് ആൾക്കാർ പറയണ്ടത്. പുറത്താക്കണോ വേണ്ടത് ഞാൻ പറയൂല. പക്ഷെ നീ ഒരാളെ കൊന്നിട്ട് വന്നാലും നമുക്ക് എല്ലാവർക്കും ഒപ്പരം നിൽക്കാൻ പറ്റില്ല. സൊസൈറ്റിനെ നമ്മൾ നോക്കാം, അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റില്ല. എല്ലാ കാര്യവും അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തമാശക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് കൂടെ നിൽക്കാം. നമ്മൾ തുണിയൂരി കളിക്കലുണ്ട്, അതിൽ തമാശയിൽ പെടുന്ന ഇതങ്ങനെ തമാശയിൽ പോകുന്ന ഒരു കാര്യമല്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവൻ ഒരാളെ കൊന്നിട്ട് വന്നാലും നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. അതിങ്ങനെ ഇതാവും, പോസിബിൾ ആവും. നമ്മൾ 5 പേര് മാത്രമല്ലല്ലോ, നമ്മള് സൊസൈറ്റിനോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരല്ലടാ. തെറ്റ് ചെയ്തെങ്കിൽ അതിനൊരു പണിഷ്മെന്റ് കൊടുക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സൊസൈറ്റിനോട് പ്രതിബദ്ധതയുള്ള ആള് ആടെ ഇവ ഇത് പറയുമ്പോ നോക്കി നിൽക്കല്ലേ ചെയ്തത്? എന്റെ ഭാഗത്തുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പകുതി തെറ്റി എന്റെ ഇല്ല, പകുതിയല്ല അതിന്റെ മുകളിൽ എന്റെ ഇല്ല. ഞാൻ കേട്ടിരുന്നില്ല, ആടെ 1.5 മണിക്കൂർ ഈ ബുദ്ധി ഇല്ലാത്ത ഐഡി ചെറുക്കനെ ആടുന്ന് പറയുന്നത് കേട്ടിരുന്നത്. 10 മിനിറ്റ് അത് ആടെ അപ്പൊ പറഞ്ഞിട്ട് ക്യാമറ അങ്ങനെ തന്നെ ഒരു ചവിട്ടി വിടണായിരുന്നു. ആ ക്യാമറ നിങ്ങൾ ചവിട്ടി വിടണായിരുന്നു. 10 മിനിറ്റ് എന്റെ മൈൻഡ് വേറെ അടുത്തേക്ക് പോയി. ആ ടൈമിൽ ഇത് സംഭവിച്ചു. അങ്ങനെ നോക്കാനാണെങ്കിൽ അല്ല ഈ ഇന്റർവ്യൂ ചെയ്ത അവള് ഇവരുടെ മീഡിയ, വെറൈറ്റി മീഡിയ, ഇവർക്ക് എല്ലാവരും അത് തെറ്റ് വരുന്നുണ്ട്. ബാക്കിയുള്ള കാര്യത്തില് എല്ലാരും കൂടെ ചേർന്ന് മുന്നോട്ട് പോകാം. കിക്കുന്ന ആൾക്കാർ എല്ലാരും കിക്കുന്ന പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം? ബാക്ക് ടു എഡ്യൂക്കേഷൻ. അതാ ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ല ഞാൻ പറയുന്നത് കേൾക്കും. മമ്മു, എന്തായാലും നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, അതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഒരു തുണി കൊടുത്ത കയ്യിൽ എന്റെ മേത്തല്ലാവും ഇത്. ഈ വൃത്തിയില്ലാത്ത ജീവി നാറി. ഞാൻ പറയുന്നത് കേൾക്കണം അങ്ങോട്ട്, ഞാൻ പറയുന്നത് കേൾക്ക്. എന്തായാലും ഇവിടുന്ന് പോവുക, കുറച്ചു കാലം ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ചു കാലം ബോർഡിങ്ങിലോ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കുക. എന്തെങ്കിലും കൗൺസിലിംഗ് ഇതെല്ലാം അവർ പറയുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഇതുപോലെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്, വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ്. നിന്നോട് നമുക്ക് സ്കൂളിലൊന്നും പോകണ്ട, ബോർഡിങ്ങിൽ ഞാൻ കൊണ്ടാക്കി തരാം. ഞാൻ ചെലവെല്ലാം നോക്കിക്കോളാം. കുറച്ചു കാലം ഒറ്റക്കൊന്നല്ല, ആടെ ആൾക്കാരുണ്ടാവും. ആടെ കുറച്ചു കാലം പോയി നിന്നാ ഒന്ന് ഇതാവും, ഒന്ന് മെച്യൂർഡ് ആയിട്ട് നിനക്ക് തിരിച്ചു വരാം. ഇങ്ങനെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ പറയാ മോനെ ഇത് വെറുതെ ഇതാക്കാൻ കഴിയില്ലടാ. നീ ആലോചിച്ച് നോക്കിയാ മമ്മു, നീ ആലോചിച്ച് നോക്ക്. പണ്ടത്തെ പോലെ ആണോ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ ചെറിയ ഇത്രയുള്ള മുട്ട പൈതല് 5 വയസ്സുള്ള ചെക്കൻ മുതല് 70 വയസ്സുള്ള ഉമ്മാമ്മമാർ വരെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒരു ആൾക്കാരുടെ മുന്നിൽ ആൾക്കാരെല്ലാം കാണുന്ന സ്ഥലത്ത് അവരെല്ലാരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താടാ? ഇത് നീ എന്താണ് അവിടെ പോയി പറഞ്ഞത്? നശിപ്പിച്ചില്ലടാ നീ. ഇല്ലടാ എനക്ക് ഒരു ഇതൊന്നും പറയണ വിചാരിച്ചില്ല. അവരെന്തിലൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഞാൻ നിന്നെ പുറത്താക്കണമെന്ന് ഞാൻ പറയില്ല. നീ എല്ലാവരും അഭിപ്രായം എടുത്തു. ചെറിയ പണിഷ്മെന്റിലൊന്നും ഒതുക്കാൻ പറ്റുന്ന കാര്യം അല്ലല്ല. ഇത് അല്ല, അശ്വിനേട്ടൻ പറഞ്ഞ ഇതിനല്ല പുറത്താക്കണം. അതായത് ഓർക്ക് തീരുമാനിച്ചു പുറത്താക്കാൻ പറഞ്ഞു. പുറത്താക്കാൻ പറഞ്ഞു മീൻസ് എന്നോട് പറഞ്ഞു അൾട്ടിമേറ്റ്ലി എനിക്ക് തീരുമാനം എടുക്കാം. പക്ഷേ ഓഡിയൻസിന്റെ ഇത് നോക്കിയിട്ട് തീരുമാനം എടുക്കാം. എനക്ക് വിട്ടാന്നല്ല, ഓഡിയൻസിന് വിട്ടുകൊടുത്തു. അതായത് ഓഡിയൻസ് പുറത്താക്കാൻ പറഞ്ഞാൽ പുറത്താക്കണം, അല്ലെങ്കിൽ പുറത്താക്കണ്ട. അങ്ങനെ കൺസിഡർ ഹിസ് ഏജ്, ദ ഏജ് ഓഫ് 17. ഓൾ ദ ബോയ്സ് ഗോട്ട് ക്യൂരിയോസിറ്റി. ഈ റിയാക്ട് ചെയ്ത ആൾക്കാർ പോലും പലതും കാട്ടിക്കാണും ആ ഏജിൽ. ഹി അക്സെപ്റ്റ് ഹിസ് മിസ്റ്റേക്ക്, ഗിവ് ചാൻസ്. നീ എന്ത് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയതാ? എനിക്ക് പറഞ്ഞതിലോ എനിക്ക് ഇവന് ഇംഗ്ലീഷും അറിയില്ലല്ലോ. ഇവനെ ആ പറഞ്ഞതില് നിനക്ക് ദുഃഖം ഉണ്ടോ, സങ്കടം ഉണ്ടോ? മാപ്പ് പറയുന്നുണ്ടോ ആൾക്കാരോട്? ശരിക്കും അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞത്. പക്ഷെ ഇത് ഇത്രയും ഇങ്ങനെ ആവുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പറ, ബാക്കി ആൾക്കാരെ ഒപ്പീനിയൻ പറ. മെമ്പേഴ്സ് തൊട്ട് കുറെ ഇവിടെ പുട്ടുകുറ്റി ഒതുങ്ങിയ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും ഒരു അഭിപ്രായം ഇല്ലേ? ഇതെന്തോ ഇത് ഞാൻ ഇവനെ പുറത്താക്കുന്ന പോലെ എന്നുള്ളത്, ഇത് ഞാൻ തീരുമാനം എടുക്കുന്ന പോലെ ഉള്ളത്. നിങ്ങൾക്കൊന്നും ഒപ്പീനിയൻ ഇല്ലേ? നിങ്ങൾ എന്താ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? നീ എന്താ സപ്പോർട്ട് ചെയ്യുന്നു? മുനോ കൊറേ വാണിങ് ഞാൻ കൊടുത്തതാ ഇവന്. ഞാൻ കൊറേ വാണിങ് ഞാൻ കൊടുത്തതാ. അവര് കുത്തി ചോദിച്ചപ്പോ
കണ്ടന്റ് ഇട്ടേ പഠിച്ചു ചോദിച്ചു ചെയ്യൂല. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, വെറൈറ്റി മീഡിയയിൽ തെറ്റുണ്ട്, എല്ലാവരും തെറ്റുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഓഡിയൻസ് പറയുന്ന പോലെ ചെയ്യാം. ഇല്ലടാ, അങ്ങനെ ഇത് വിട്ടുകൊടുക്കാൻ എന്തായാലും ഞാൻ പറയൂല. അവരെ ഇനി ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരാതിരുന്നാൽ മതി. അതായത് ഇവന്റെ ഇതില്ലേ, അതായത് MRC പുറത്താക്കിയിട്ട് ഇവനിവിടെ നിന്നോട്ടെ, പക്ഷെ നമ്മളെ കണ്ടന്റിലോ ക്യാമറയിലോ ഇവൻ വരണ്ട, അങ്ങനെയെന്ന് പറയുന്ന ഒരാള്. അങ്ങനെ ചെയ്യുന്നോ? കാരണം ഇവന് നമുക്ക് ഇവനോട് സ്നേഹം ഇല്ലാത്തോണ്ടല്ല, ഇതൊരു ഇഷ്യൂ വന്നാൽ നമ്മൾ അതിനനുസരിച്ച് വേണം നോക്കി ചെയ്യാണ്ട്. നമുക്ക് ഇത് ആർക്കും അഭിപ്രായങ്ങളില്ല, അതാ പ്രശ്നം. ഒരാളെ കൊന്നിട്ട് വന്നാൽ നമ്മൾ സ്വീകരിക്കുന്നത്. ഇത് നീ 10 പ്രാവശ്യം പറഞ്ഞു പോയാ, ഇത് ബാക്കിയുള്ള ആൾക്കാർക്ക് അഭിപ്രായമില്ല. ഈ 2 പുട്ട് വിഴുങ്ങികള് അതാ മഹേഷ് പി പറയുന്ന പാവമല്ലേ കിക്ക് ചെയ്യുമോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പാവല്ലേ എന്ന് പറയുന്നുണ്ട്, കിക്ക് ചെയ്യാനും നീ പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് നിന്റെ തൊപ്പി? നീഡ് ആക്ഷൻ, വി ഹാവ് ഓൾ സിസ്റ്റേഴ്സ്, ഷോ യുവർ മെച്യൂരിറ്റി. അതിൽ അത്രേ ഉള്ളൂ കാര്യം. ഇല്ല, നമുക്ക് എല്ലാവർക്കും പങ്കന്മാരുള്ളതാ. ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞാ, തീരുമാനം ഓൾറെഡി എടുത്തതാണ്. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഓഡിയൻസിനോട് കൂടി ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചതാണ്. അപ്പം ഗൈസ്, ഒഫീഷ്യലി മമ്മൂനെ നല്ല ഒരു ദർസിൽ ചേർത്തു ആസ് പണിഷ്മെന്റ്. ദർസിൽ ചേർത്ത പണിഷ്മെന്റ് അത് നമുക്ക് ചെയ്യാം. അല്ല, ഇത് കഴിഞ്ഞിട്ട് ഇവനെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവനെ MRC പുറത്താക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ വെറുതെ റോഡിൽ ഇറക്കി വിടാൻ കഴിയില്ല. കാരണം അടുത്ത ഇത് ഒപ്പിക്കും, മനസ്സിലാവും. എന്തായാലും ദർസിലോ അല്ലെങ്കിൽ ഒരു ബോർഡിംഗ് സ്കൂളിലോ ഞാൻ ഇവനാക്കും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ പണിഷ്മെന്റിന്റെ കാര്യം, പണിഷ്മെന്റ് ആയിട്ട് ഇവന്റെ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയാം, അല്ലല്ല, ഇവനിത് ആർക്കറിയാം ഇത് ആക്ടിങ് ആണെങ്കിൽ ഇവന്റെ ആക്ടിങ് ആണെങ്കിൽ നീ ആക്ടിങ് അല്ലാന്ന് തെളിയിക്കുക. അങ്ങനെ എനിക്ക് വിശ്വാസമാണോ? ഇല്ല, ശരി, സോറി, മാപ്പ് ചോദിക്കെല്ലാവരും. ഒന്നും ഞാൻ മിണ്ടൂല. ഇവൻ വെറുതെ ഇതാക്കുന്നതാണെങ്കിൽ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. നാളെ ഇവൻ ഇതിലും വലുത് ചെയ്ത് എന്ത് ചെയ്യും? നല്ല ഇവൻ ഒരിക്കലും മറക്കാത്ത പണിഷ്മെന്റിന് കൊടുക്കും. ഇവന്റെ ചാനൽ നമുക്കില്ലേ ഡിലീറ്റ് ചെയ്യാം. ഇവന്റെ യൂട്യൂബ് ചാനല് 100K കഴിഞ്ഞിട്ട് 100K കഴിഞ്ഞിട്ട് പ്ലേ ബട്ടണ് അപ്ലൈ ചെയ്ത ചാനലാണ്. ആ പ്ലേ ബട്ടന്റെ അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് ചാനൽ ഡിലീറ്റ് ചെയ്യാം. എന്താ പറയുന്നത്? ഇവന്റെ കൺമുന്നിൽ തന്നെ ഡിലീറ്റ് ചെയ്യാം. അതാണ് ഇവനക്കുള്ള പണിഷ്മെന്റ്. എന്താ നിന്റെ അഭിപ്രായം? നിന്റെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോയോ? വക്കീല് പറ. വക്കീൽ എന്താ പറയുന്നത് നോക്കട്ടെ. ആ വക്കീല് പറ. അവൻ തെറ്റ് ചെയ്ത് അവനത് അഡ്മിറ്റ് ചെയ്ത് അവൻ അറിയാൻ അവൻ പറഞ്ഞു പോയി, അവൻ ഉദ്ദേശിച്ചത് അവൻ ഫണ്ടിന് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ. മനസ്സിലായോ? മോനെ ഞാൻ ശരിയാണ്, സൊസൈറ്റിയിൽ അവൻ ചെയ്തത് തെറ്റാണ്. ഗേൾസിന് അവനെതിരെ അല്ലെങ്കിൽ ആ സ്ത്രീത്വത്തിനെതിരായിട്ട് അവൻ സംസാരിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട്. പക്ഷെ ഒരാളെ അവന്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചു പോയി, അവനത് അംഗീകരിച്ച് എന്റെ ഭാഗത്ത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി. ഈ സിറ്റുവേഷനിൽ ഇവരെല്ലാവരും കൂടി പുറത്താക്കി, ഇവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിക്കാണ് ഈ സിറ്റുവേഷൻ വേഴ്സ് ആവുള്ളൂ. എങ്ങനെ ഏജ് കണ്ടിട്ട് അവന്റെ പ്രായം മനസ്സിലാക്കാം. അവൻ ഒറ്റക്കായിട്ട് അവൻ പല ഡിഫറൻറ്റ് സ്റ്റേജിലോട്ട് പല സിറ്റുവേഷനിലോട്ട് പോകും. ബാക്കിയുള്ളവർക്ക് അറിയില്ല. എടാ മീൻസ് ഇവൻ എന്ത് സ്റ്റേജിൽ പോയാലും ഇവനൊരു ബോർഡിംഗ് സ്കൂളിലോ അല്ലെ അങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇവൻ സൂയിസൈഡ് ഒന്നും ചെയ്യൂല. പിന്നെന്താ പേടിക്കാനുള്ളത്? ബോർഡിംഗ് സ്കൂളിൽ ഒരു ഓപ്ഷനാണ്. നിന്റെ അത്രയും കെയർ ചെയ്യുന്ന പോലത്തെ ബോർഡിംഗ് സ്കൂളിൽ നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? ബോർഡിംഗ് സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം കൂടെ അവനെ ഒറ്റപ്പെടലിലോട്ട് പോകും. ഈ ഒരു അവൻ ചെയ്ത മിസ്റ്റേക്ക് ആണ്, അഡ്മിറ്റ് തെറ്റാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, സൊസൈറ്റിക്ക് മനസ്സിലായി. ഈ ഒരു ചാൻസ് കൊടുക്കുമാറാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതിനെതിരാണ്. ഞാൻ എന്റെ ഇതിനെ ഓപ്പണായിട്ട് പറയാം. ഞാൻ ഹോസ്പിറ്റലാണ് വരാത്തത്. കസിൻ ആക്സിഡന്റ് ഇല്ല, കസിൻ ആക്സിഡന്റ് എന്താ നീ വിളിക്കാണ്ടത്? ഇല്ല, ഞാൻ കുറച്ച് തിരക്കായിട്ട്. എവിടെയാ? ഏത് ഹോസ്പിറ്റലാ? വരണോ? ആരെ? കസിനോ? ആരാ അത്? എനിക്കറിയുന്ന കസിനുണ്ട്. അവന്റെ പനമ്പള്ളിന് ആക്സിഡന്റ് ആയി. അപ്പൊ അവന് ജസ്റ്റ് ഒന്ന് കുഴപ്പമൊന്നുമില്ല, സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവനിപ്പോ ആണോ? ഞാൻ ഇത് തന്നെ കൊണ്ട് വരാം.
ആ ശരി, ഞാൻ പറയുന്നത് മനസ്സിലാക്കി ഒന്ന് പോയിന്റ് മനസ്സിലാക്കും. മുന്നു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ. അതന്നെടാ ഞാനും പറയുന്നത്, ഒരു ചാൻസ് കൊടുക്കാൻ തന്നെ ഞാനും പറയുന്നത്. ഇല്ലടാ, ഇത് നമുക്ക് എന്റെ സാഹിബ് അല്ല വക്കീല, ഇതൊന്നും ഞാൻ എന്റെ ചെയ്തിട്ട് വരാം. അല്ല, ഇത് എനിക്ക് തീരുമാനമാക്കണോടാ, ഓർഗിന്റെ തീരുമാനം. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് അറിയാലോ. അതെ, അല്ല ഞാൻ പറയട്ടെ. ഇവന്റെ ചാനൽ എന്തായാലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത് അല്ല, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അല്ല അത് നമ്മളെടാ അതങ്ങനെ നമ്മള് കഷ്ടപ്പെട്ട നമ്മളെ അല്ലടാ, ഞാൻ പറയുന്നത് കേക്ക്. ഇവന് അടുത്ത ഇവന് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസം ഇവൻ ചിന്തിക്കുന്നു, അന്ന് ഞാൻ ഇത് ചെയ്തിട്ട് എനക്ക് എന്ത് സംഭവിച്ചെന്ന് അവൻ ചിന്തിക്കുമ്പോ എന്തെങ്കിലും അവന് അത്രയും വിഷമമുള്ള എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ ഇവരിത് റിപ്പീറ്റ് ചെയ്യും. ഇതെനക്ക് അറിയുന്നതാ മോനെ, ഞാൻ ഈ പ്രായം കഴിഞ്ഞിട്ട് വന്നാ മോനെ. ഞാൻ പറയുന്നത് അതായത് ഇതെടുത്തങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വീഡിയോസ് ഉണ്ട്? 1 2 3 4 5. അല്ല, എന്തായാലും ഇവന് ഇതൊന്നും വലിയ സീനായിരിക്കൂല. കാരണം എന്തായാലും ഇവൻ ലൈവ് ചെയ്യുന്നില്ല. ഇവനോടത്ത് ഒന്നും അടിച്ചു ഉറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. വീട്ടിലേക്ക് ആക്കിയിട്ട് കാര്യമില്ല. വീട്ടിലേക്ക് ആക്കി ഇവൻ അറാൻ പറക്കും. പേര് മാറ്റാം. അടുത്ത ആരാ ഇവിടെ ലൈവ് ചെയ്യാൻ ഇതുള്ള ആഗ്രഹമുള്ള ആളാരാ? ലൈവ് ചെയ്യാൻ ആഗ്രഹമുള്ള ആള് പറ. ചാറ്റ് പറ. അല്ലല്ല, പേര് മാറ്റാ. എനിക്ക് ചാനൽ വേണ്ട. അല്ലല്ല, അങ്ങനല്ല. സ്ക്രിപ്റ്റ് ഒന്നല്ല. ഞാൻ സീരിയസ്ലി, എന്റെ ഉമ്മ സത്യം, ഞാൻ സീരിയസ്ലി പറയുന്നത് ഇവന് ചാനലിന് വേണ്ട. അല്ലല്ല, പറ. അല്ല, ഞാനായിട്ട് ഇത് ഓൾറെഡി 50K 60K ഉള്ളപ്പോ ഞാനായിട്ട് കൊടുത്തതല്ല. എന്റെ സെക്കൻഡ് ചാനൽ ഞാൻ ഇവന് കൊടുത്തതാണ്. ഓക്കെ, അതിന് ഞാൻ തന്നെ ഇവന്റെ അടുത്ത് തിരിച്ചെടുക്കുന്നു, അടുത്താക്ക് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ആർക്കാ കൊടുക്കുക? എടാ ഞാൻ പറയാം, വെയിറ്റ് ആക്ക, ആടിരിക്കും. എല്ലാരും ഒന്ന് വായു വിട്ട് ഞാൻ പറയാം. ചാറ്റ് ഒരാളെ പേര് പറ. ഈ ഗ്യാങ്ങില് ലൈവ് ചെയ്യാൻ അർഹതയുള്ള എടാ മോനെ, ഇത് അത്രയും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം. ഈ ലൈവ് ചെയ്യണം, സ്ട്രീമർ ആണെന്നല്ല. ഞാൻ ഓരോ തവണ പുറത്ത് പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെ ഒരു സ്ട്രീമർ എനിക്ക് എങ്ങനെ ഒരു സ്ട്രീമർ ആണെന്ന് പറയുന്നത്. അങ്ങനെ അത്രയും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എനിക്ക് വെറുതെ കിട്ടി. ഞാൻ എനിക്ക് വെറുതെ എന്റെ സെക്കൻഡ് ചാനൽ തന്നു. ഇത് നീ ഒരു ലൈവ് പോലും ഇടാണ്ട് ഇവിടെ കണ്ട അപരാധവും പറഞ്ഞ് നടക്കുന്നു. അത്രയും ആഗ്രഹം ജാസിക്കും എനിക്കെല്ലാം അത്രയും ആഗ്രഹമുണ്ട് ലൈവ് ചെയ്യണം. ചാറ്റ് പറ, ആരാന്ന് ഇവിടെ മമ്മു അല്ലെങ്കിൽ ആരാന്ന് ലൈവ് ചെയ്യാൻ അത്രയും അർഹതയുള്ള ഒരാളെ പറ. അങ്ങനെയാണെങ്കിൽ അയാളെ പേരിലേക്ക് ഞാൻ പേര് ഇപ്പൊ എന്റെ ഉമ്മ സത്യം ഞാൻ വെറുതെ നീ എന്ത് കാലം കാര്യമില്ല. അങ്ങനെ തന്നെ ഞാൻ പേരിപ്പോ മാറ്റുന്നത്. ഇല്ലടാ, ഇതെങ്കിലും ഞാൻ ചെയ്യണോടാ. മമ്മു ഞാൻ പറയുന്നത് ഞാൻ ഇരിക്കും. ഞാൻ പറയുന്നത് എന്താ നീ ഡിസ്ക്രിപ്ഷൻ ഇട്ടിന്? ഞാൻ മമ്മദ് എന്നാ. ഇതാണ് നിന്റെ ഡിസ്ക്രിപ്ഷൻ. യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ മമ്മദ്. നിക്ക്. അല്ല ഒരു മിനിറ്റ്. ഇത് മതി. ഇതാണ് കറക്റ്റ് അല്ല? കറക്റ്റ്. ഓക്കെ, എന്തായാലും അതെല്ലാം വിട്. ഓക്കെ, പറ, ആർക്ക് കൊടുക്കാം? ആദിൽ, ജാസി, ഷമീർ, റാംബോ, ജാസിക്കാണല്ലോ കൂടുതൽ. ജാസിക്കാണ് ഇവിടെ ഏറ്റവും സ്ട്രീമർ ആകാൻ ആഗ്രഹമുള്ള ജാസിക്കാണ്. ആദിലിനും ഉണ്ട്, പക്ഷെ ആദിൽ ഷമീറിനോ പോൾ ഇട്ടാലോ? പോളിടാം നമുക്ക്. ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇതൊന്ന് ഞാൻ തീർത്തോട്ടെ. എടാ, ഓന്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതില് ഈ ലൈവുകളില് എല്ലാ ലൈവിലും ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സും ഉണ്ട് അല്ലെ? ഞാൻ എല്ലാവരും ഉണ്ട്. അപ്പൊ നിങ്ങളെ എല്ലാവർക്കും ചാനൽ ഓക്കെ, ഗ്യാങ്ങിന്റെ പേരിടാം. അതല്ല അല്ലത് ഗ്യാങ്ങിന്റെ പേരിലേക്ക് ആക്കാം. MRC ഗ്യാങ്, അത് മതി. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒറ്റ കുത്തുകുത്തിയുണ്ടല്ലോ നോയി. എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോടാ.
മാറാ എന്റെ കൈ ഇളക്ക. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. കൈ ഇളക്ക, മാറ്, കൈ ഇളക്കണം. അതൊന്നും ചെയ്യൂല. ഒരു പ്രാവശ്യത്തേക്ക് ഒരുപാട് ഒരു പ്രാവശ്യത്തേക്ക് വിട്ടു. ഒരു ചാൻസ് കൊടുത്തോളെ. ഞാൻ ഒന്നും ചെയ്യൂല. ഇൻസ്റ്റാഗ്രാം നിന്റെ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്യണല്ലേ. ഗ്യാങ്ങിന്റെ ഇൻസ്റ്റാ ലിങ്ക് ഇതിൽ ഇതാക്കണേ, ആഡ് ചെയ്യണേ കേട്ടോ. എന്താ മാറ്റാൻ പറ്റാത്ത? അതെ, ആ പേരിൽ ആരെടുത്തിട്ടുണ്ടാവും. ഒന്നും ചെയ്യൂല. മിണ്ടാണ്ട് മാറാ. വേണ്ട, ഇല്ല. ഒരു പ്രാവശ്യത്തേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. നീ കരഞ്ഞിട്ടും കാര്യമില്ല. അയ്യോ, വെരിഫിക്കേഷൻ അതൊന്നടിച്ചേ, വെരിഫിക്കേഷൻ അടിച്ചേ. വേറെ ആരുടെയും ഫോണിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ വെരിഫിക്കേഷൻ ഉണ്ടോ? ആ, ഇതിലുണ്ട്. ഓക്കെ, വേറെ പണിഷ്മെന്റ് കൊടുത്താൽ നിക്ക് ഇതൊന്ന് പബ്ലിഷ് ആയിക്കോട്ടെ. ആ, ചേഞ്ചസ് പബ്ലിഷ്ഡ്. എന്താ ഇവന്റെ ഫോട്ടോ ഒന്നും മാറാത്ത? ഇതെന്താ ഫോട്ടോ മാറാത്ത? ഇവന്റെ ഭാഗത്ത് മാത്രമല്ല അറിയില്ലേനും അതുകൊണ്ടല്ലേ. ചാനലിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇനി MRC ഗ്യാങ് ചാനലിന്റെ പേര്. ജാസിക്ക് കൂടുതൽ ആൾക്കാരും ജാസി എന്ന ഇതുണ്ട്. സ്ക്രിപ്റ്റോ ആടാ, സ്ക്രിപ്റ്റ് എല്ലാം സ്ക്രിപ്റ്റ് തന്നെ. ജാസിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജാസി ലൈവ് ചെയ്യാം, ഷമീറിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷമീർ ലൈവ് ചെയ്യാം, റാംബോക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ റാംബോ ലൈവ് ചെയ്യാം. ആർക്കാന്ന് വെച്ചാൽ ഇവിടെ ലൈവ് ചെയ്യാൻ ആഗ്രഹമുള്ള അവരെല്ലാം. മമ്മു ഒഴികെ ഈ ചാനലിൽ എല്ലാവരും ലൈവ് ചെയ്തോ. ഓക്കെ, മമ്മുവിന് ലൈവ് ചെയ്യണ്ട, മമ്മുവിന് ലൈവും ചെയ്യണ്ട. നിനക്ക് ഇവന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് കൂടി അങ്ങ് ഡിലീറ്റ് ആക്കിപ്പിച്ചാലോ? അല്ല, ഇൻസ്റ്റാ അക്കൗണ്ട് ഇവൻ തുടങ്ങിയാണല്ലോ, ഇവന്റെ സ്വന്തം അക്കൗണ്ട് അല്ലേ. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ കൊടുത്ത ചാനൽ അക്കൗണ്ട് ഞാൻ തിരിച്ചെടുത്ത്. ബാക്കി നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. നീ ഇവിടുന്ന് പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ അമ്മു. നീ വേറെ ഗ്യാങ്ങിൽ കയറിക്കോ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. ഓക്കെ, ഡ്രാമ സീരിയല് ബാക്കി നാളെ 8 മണിക്ക്. എടാ മതിയടാ നാറി, മതിയടാ. നീ ആടിരിക്കേ, ഞാൻ പറഞ്ഞുതരാം. ഗിവ് ഹിം എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ ഞാൻ ഇവന് കൊടുക്കുന്നുണ്ട്. ഇവന് എഡ്യൂക്കേഷൻ അല്ല വേണ്ട, ഇവന് നല്ല പട കിട്ടിക്കഴിഞ്ഞാൽ ഇവ നന്നായിക്കോളും. മനസ്സിലായോ? ഇനി എന്താ പറ? പണിഷ്മെന്റ്. അങ്ങനെ വെറുതെ ഇവനെ വിടാൻ പറ്റൂലല്ലോ. പണിഷ്മെന്റ്. ഇവന്റെ ബാങ്ക് ബാലൻസ് മൊത്തം ചാരിറ്റിക്ക് കൊടുക്കട്ടെ. അതെങ്ങനെയുണ്ട്? അതൊരു പണിഷ്മെന്റ് അല്ലേ? എന്റെ വീട്ടിലെ കാര്യം ആരും അത് വിട. പോളിടാം. എന്തായാലും നമുക്ക് പോളിടാം. ചാറ്റ് പറ. ഇല്ല, ചാൻസ് കൊടുക്കുന്നതിന്റെ അല്ലടാ. അങ്ങനെയല്ല. ഓറക്ക് പറഞ്ഞ കാര്യം എനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ് ഞാൻ പറയുന്നത്. കിക്ക് ഔട്ട് ചാറ്റ് പറ. ചാറ്റ് പോൾ ഇടണോ വേണ്ടയോ? അല്ലല്ല, ചാറ്റ് പറയുന്നത് ചെയ്യാൻ പറ്റുമോ? പോൾ ഇടണോ വേണ്ടയോ? യെസ് ഓർണോ? നീ അല്ല ഇത് തീരുമാനിക്കുന്ന മോനെ. ഇങ്ങനെ ഒരു ഡോസ് കൊടുത്തില്ലെങ്കിൽ നന്നാവില്ല. ഇങ്ങനത്തെ ഒരു ഡോസ് കൊടുത്തില്ലെങ്കിൽ ഇത് നന്നാവില്ല. ഞാൻ പറയട്ടാ. എന്ത് സോറി പറയാ? നീ ഇത്ര സമയം എന്താക്കിയത്? എന്താ നീ പറഞ്ഞത്? നിനക്ക് ഇതില്
നീ ഒരു ക്ഷമ പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. നീ ഇവിടെ പൊട്ടം മോങ്ങുന്ന പോലെ മോങ്ങയെന്ന് ഒരു ഇതുമില്ല, ഇതിനൊരു ഇതുമില്ല. നീ ഒരു മര്യാദക്ക് ഒരു ക്ഷമ പറഞ്ഞു എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കൊടുക്കാം. ഇങ്ങനത്തെ ഒന്നും ചെയ്യൂല, ഞാൻ എന്നോട് ക്ഷമിക്കണം. എന്റെ ഭാഗത്ത് ഇതൊന്നിനും ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിക്ക് പോളിടാന്ന് ചാറ്റ് നീ കറക്റ്റ് അവന്റെ എക്സ്പ്ലനേഷൻ പറയട്ടെ, അവന്റെ എന്താണെന്ന് പറയട്ടെ. എന്നാ പറ, സംസാരിക്കും. ഞാൻ മാറാം, നീ സംസാരിക്കും. ഇരിക്കും. അല്ല നീ നിനക്ക് പറയാനുള്ള എന്താ വെച്ചാ പറ. നിനക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞ് അവരുടെ കാര്യം അവരെ പറഞ്ഞ് കൺവിൻസ് ആക്കി. ആൾക്കാരെ പറയുന്ന പോലെ ഇവിടെ നടക്കും, കാര്യങ്ങൾ നടക്കും. അത് പണ്ട് ഞാൻ ലൈവ് തുടങ്ങിയ മുതൽ ടൈമുള്ള അങ്ങനെ തന്നെ. ആളെന്ത് പറയുന്നോ അത് ഇവിടെ ഓഡിയൻസ് പറയുന്നതിനെ ഇവിടെ വിലയുള്ളൂ. ഓക്കെ, അപ്പം നീ തന്നെ അവരോട് ചോദിക്കും. അറിയില്ലേ ഇങ്ങനെയൊന്നും എന്റെ തലക്ക് വരുന്നേ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിനിമയെല്ലാം കാണുന്ന പോലെ ചെയ്തത്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുമെന്ന്. ഒന്നും ചെയ്യൂല. ഒരാളെ, ഒരു പെണ്ണുങ്ങള്, ആരും ഒരു ഫാമിലിയിൽ ഒന്നും ഞാൻ പറയൂല. എല്ലാരും ക്ഷമ ചോദിക്കും. ഏത് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അവനെ എംആർജി കിക്ക് ആക്കുന്ന പറയുന്ന ഇതാ, ഇത് നമ്മളെയും കൂടി ബാധിക്കുന്ന മോനെ. എന്തായാലും നിന്നെ പുറത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നാ ഒരു കാര്യം ചെയ്യാം, 6 മാസത്തേക്ക് സസ്പെൻഷൻ കൊടുക്കാം. ഒരു കൊല്ലം കൊടുക്കണം എന്നാ ഞാൻ പറയുന്നു. 1 കൊല്ലം കൊടുക്കണം. എങ്ങനെ ഇവന് നമ്മൾ പറഞ്ഞു വരുന്നതും സസ്പെൻഷൻ കൊടുത്ത് 6 മാസം ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ പുറത്താക്കിയെന്നാവൂലല്ലോ. പണിഷ്മെന്റ് സസ്പെൻഷൻ എന്നുള്ള ഇതിലായിക്കോളൂ. 6 മാസം കൊണ്ട് ഇവൻ നന്നാവുന്നുണ്ട്, നന്നാവട്ടെ. ഇവന്റെ ഒറ്റയാളുടെ വരുമാനത്തിലെ ഇവന്റെ വീട്ടിൽ ഇവന്റെ ഉമ്മ, അനിയന്റെ പഠിപ്പ് കാര്യങ്ങളെല്ലാം പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്ത് അവസാനം നിങ്ങൾക്ക് എന്താ പ്രാന്താണോ? നാളെ ഇവനെ പുറത്താക്കിയിട്ട് എന്തേലും പറ്റിയാൽ നിങ്ങളുടെ തലയിൽ വരും. അപ്പോ ഒരു മിനിറ്റ് വായിക്കട്ട. അപ്പൊ ഈ തൈര് വർത്താനം പറഞ്ഞ ആരും ഉണ്ടാവില്ല. അവിടെ മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ പറഞ്ഞ ഇവന് വേണ്ട, ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇവൻ ഇതെങ്കിലും കൊടുക്കണോടാ. ഒരു ഡോസ് കൊടുത്തില്ല ഇവൻ നന്നാവൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡോസ് ഇവനെ കൊടുക്കണം. ഇല്ലടാ, ഞാൻ പോൾ എന്തായാലും ഇടാൻ പോയത്. ഓക്കെ, പോൾ ചാറ്റ് പോൾ ഇടാന് വോട്ട് ചെയ്തോ ചാറ്റ് വോട്ട് ചെയ്തോ പോൾ ഇടാന്. എന്നാ പോൾ ഇട്ടിട്ടുണ്ടേ. കിക്ക് ഇവനെ പുറത്താക്കണം എന്നുള്ളവർ കിക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പുറത്താക്കണ്ട എന്നുള്ളതെങ്കിൽ നോ കിക്ക് എന്നുള്ളതാ. 100% 100% ആൾക്കാരും കിക്ക് എന്ന് പറയും. ഒരാൾ പോലും 1% പോലും നിന്നെ കിക്ക് ആക്കണ്ടെന്ന് പറയുന്നില്ല. 1% പോലും നിന്നെ നിർത്തിക്കണം എന്ന് പറയുന്നില്ല. എല്ലാരും പുറത്താക്കാനാ പറയുന്നത്. എല്ലാരും ഇറങ്ങിക്കോ, എടിക്കളിക്കോ, ബാഗ് വെക്കി 55 ഇവിടുന്ന് പോയ കാര്യമില്ല. ഓട്ടല്ല പറഞ്ഞത് പറ, നിങ്ങളൊന്ന് പറ. സോറി എല്ലാരോടും സോറി. അവിടെ എല്ലാരും വോട്ട് ചെയ്ത് തീരട്ടെ. വോട്ട് എല്ലാരും വോട്ട്. എന്താ ചെയ്യേണ്ടത്? ഇത് ഇത്രയും ആൾക്കാർ, ഇത് 47% ആൾക്കാർ നോക്കിട്ട്. ഞാൻ വിചാരിച്ചൊരു 10%, ഞാൻ വിചാരിച്ചൊരു 10%, 5% ആൾക്കാർ പുറത്താക്കണ്ടെന്ന് പറയുന്ന. ഇത് 47% ആൾക്കാർ ചോദിച്ചില്ലേ? ആ, നീ കൊറേ അഭിനയിക്കല്. നല്ല സന്തോഷമായിട്ടുണ്ടാവും ഉള്ളില്. ഇത്രയും ആൾക്കാർ ഇവിടുന്ന് പോയാലൊക്കെ ആരുള്ളത്? വീട്ടിൽ പോയി ഒരു നീ എന്തിനാടാ പിന്നെ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നടാ നാറി? തെറ്റ് അതുകൊണ്ടല്ലേ അതൊക്കെ അറിയില്ല. ഇങ്ങനെ ചെയ്ത് അന്നെ നേരെ ഇങ്ങനെ വരും. അതുകൊണ്ടല്ലേ മാറാ. എനിക്ക് ഇവിടുന്ന് പോവാൻ ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ ഇഷ്ടമല്ല. ഇവിടെ ഇത്രയും ആൾക്കാരാ
അതാ ഞാൻ ആലോചിക്കുന്നു. പിന്നെന്തിനു എല്ലാവരും വന്ന് എല്ലാവരും കമന്റ്സിൽ ആഡ് ചെയ്ത് വന്നിട്ട് പുറത്താക്ക് എല്ലാവരും മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. എനിക്ക് എത്ര കോള് വന്നറിയോ? എന്നെ ഇവിടെ ഉള്ള മെയിൻ ആയിട്ടുള്ള, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ ഉള്ള ഈ എറണാകുളം സിറ്റിയിൽ എനിക്ക് പരിചയമുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ വരെ എന്നെ വിളിച്ചിട്ട്, എടാ നീ അവനെ പുറത്താക്കുന്നതായിരിക്കും നല്ലത്, നമ്മൾ തമ്മിലുള്ള ടേംസ് തെറ്റുവേ, അങ്ങനെ സംസാരിക്കുന്നത്. എല്ലാവരും വിളിച്ചിട്ട് അതാ പറയുന്നത്. എല്ലാവരും മെയിൻ ആയിട്ടുള്ള എല്ലാവരും അനീഷേട്ടന് മരണനീഷ് മാത്രമേ വിളിക്കാം. സത്യം പറഞ്ഞാൽ മരണനീഷ് മാത്രമേ എന്നെ വിളിക്കാണ്ടുള്ളൂ. പുള്ളിയോട് യാത്ര കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് പുള്ളി മാത്രമേ വിളിക്കാണ്ടുള്ളൂ. ബാക്കി എല്ലാവരും വിളിച്ചിട്ട് എന്താ പറയുന്നല്ലോ, ഇത്രയും നീ നല്ല ഇതിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്, ഇവനെ പുറത്താക്കിയില്ലെങ്കിൽ മൊത്തം പൊളിയും, നമ്മൾ തമ്മിലുള്ള ടേംസ് തെറ്റുക, അങ്ങനത്തെ ലെവലാണ് എന്നോട് സംസാരിക്കുന്നത്. മനസ്സിലാവും? പിന്നെ ഓർഗിന്റെ ഭാഗത്തുനിന്ന് പ്രഷർ, എനക്ക് എന്റെ മുകളിലും ആൾക്കാരുണ്ടടാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ചാൻസ് കൊടുക്കണ്ടടാ, ഒരു ചാൻസ് കൊടുക്കടാ. ഒന്നും കളിക്കൂല, ഞാനങ്ങാണ്ട് ഒന്നും കളിക്കൂല. ചാൻസ് കൊടുക്കടാ, ചാൻസ് കൊടുക്കേ, ചാൻസ് എന്താ പറയുന്നത്, ഗിവ് ഹിം സെക്കൻഡ് ചാൻസ്. ചാൻസ് അല്ല ബ്രോ, അവൻ ഡിപ്രസ്ഡ് ആയി മാറും. ജിമ്മിൽ വിടുന്നത് അത് നല്ലൊരു ഓപ്ഷനാണ്. അല്ലടാ, എന്തൊക്കെ ഒരു പണിഷ്മെന്റ് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഒരു പണിഷ്മെന്റും കൂടി, എന്തെങ്കിലും ഒരു പണിഷ്മെന്റും കൂടി. അല്ലെങ്കിൽ ഇവൻ നാളെ നാളെ ആൾക്കാർ നമ്മളെ പറയും, നീ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. മനസ്സിലാ? ഇങ്ങനെയുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ട് നമ്മള് വെറുതെ വിട്ടു എന്നുള്ള പോലെ ആവുക. ഇവനും നാളെ ഒരു ധൈര്യമായിരിക്കും. ഇല്ല, ഞാൻ ഒന്നും ചെയ്യൂല. വലിയ സമ്പാദിക്കുന്ന ആ ഒരു ചാനൽ എന്ന് ചെയ്യുമ്പോ ഇവൻ ചെയ്യുമല്ലോ, ആ ഒരു സാധനം അതുവരെ തിരിച്ചെടുത്ത അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നില്ല അതിനെക്കാട്ടി വലിയൊരു ഇത്. കിക്ക് ഫ്രം ഗ്യാങ് ബട്ട് സ്റ്റേ ഹിം വിത്ത് യു ആൻഡ് ടേക്ക് കെയർ. അങ്ങനെ ചെയ്താലോ എന്നാ പിന്നെ നമുക്ക് എന്തായാലും ഇവനെ പുറത്തേക്ക് വിട്ട ഡേഞ്ചറാണ്. ഒരു കാര്യം ചെയ്യാം, MRG ഇവനെ പുറത്താക്കാം. ഇവനെ പുറത്താക്കാം. അല്ല, അത് വേറെ വഴിയില്ലടാ. മാനേജ്മെന്റ് പറയുന്ന കേക്കടാ മുത്തേ, ഞാൻ പറയുന്ന എടാ മോനെ, ഞാൻ പറയുന്ന കേക്ക് ഇത് എത്ര സമയം നീ ഒരേ ഡയലോഗ് തന്നെ പറയും. നാളെ പോയിരുന്നേ പോയ അങ്ങോട്ട്. ഞാൻ പറയുന്നത് കേക്ക്. MRGയിൽ ഇനി നിനക്ക് തുടരാൻ പറ്റൂല. മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതെല്ലാം നിനക്ക് അറിയുന്നില്ല. നീ എന്ത് മണ്ടത്തര ഈ കരഞ്ഞോണ്ട് പറയുന്നത്. ഓക്കെ, നിന്നെ ആ വീടിന്ന് അയക്കുന്നില്ല, നീ ഇവിടെ നിന്നോ. പക്ഷെ ഗ്യാങ്ങിൽ നിനക്ക് ഇനി തുടരാൻ പറ്റൂല. ആ ടീഷർട്ട് തിരിച്ചേൽപ്പിച്ചോ, ബാക്കി കാര്യങ്ങളും തിരിച്ചേൽപ്പിച്ചോ. പേരും ലിസ്റ്റൊന്നും പേരും എന്റെ വെട്ടിക്കളഞ്ഞോ. വേറെ വഴിയില്ല മോനെ. കുറച്ച് ഞാനൊരു കാര്യം പറ്റും, ഒരു 6 മാസത്തേക്ക് സസ്പെൻഷൻ, അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂടാ. വേറെ വഴിയില്ല. എന്തായാലും എനിക്ക് ഗ്യാങ്ങിൽ നിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാറാ. എടാ അങ്ങനെ ചെയ്യാം, അതാ നല്ലത്. ഇവനെ പുറത്തേക്ക് വിടുന്ന ഡേഞ്ചറാണ്, അത് ഉറപ്പാ. ഇവനെ പുറത്തേക്ക് വിടുന്ന ഡേഞ്ചറാണ്. വെയിറ്റ് ലോസ് ഇതും കൊടുക്കാം. ഇവനെ ഡെയിലി ജിമ്മിൽ പോട്ടെ. ഞാൻ പറഞ്ഞ ഡയറ്റും ജിമ്മും ഓക്കെ, ഡെയിലി കമ്പൾസറി ആയിട്ട് രാവിലെ എണീച്ച് ജിമ്മിൽ പോട്ടെ. ഓക്കെ, പിന്നെ കൃത്യസമയത്ത് ഇവന് എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കണം. ഡെയിലി ഇവന് ചെയ്യാനുള്ള ഒരു ഡിസിപ്ലിൻ സാധനം കൊടുക്കണം. ഇവന് ഇങ്ങനെ ജീവിക്കണ്ട. ഇവന്റെ ആ ഇവന്റെ ആ തൂറിയ റൂമില്ലേ, ആ റൂമിൽ ഇവനെടുത്ത് പുറത്തിടണം. ഇനി ഇവൻ റൂമിൽ കിടക്കണ്ട. ആ റൂമിൽ ഇവനൊരു റൂമുണ്ട് ഇടാം. പശുത്തൊഴുത്തില്ലേ, പശുത്തൊഴുത്ത് പോലത്തെ ഒരു റൂമുണ്ട് ഇവന്. അതിന്റെ ഉള്ളിലാണ് ഇവന്റെ പരിപാടി. ഇവനില്ലേ, എന്റെ റൂമും വേണ്ട. നോക്കിയാ സെൻട്രൽ കിടക്കട്ടെ. എടാ, നിന്നെയും കൂടി ബാധിക്കുന്ന കാര്യം ഇവിടെ നടക്കുന്നത്. നീ എന്താ ചെയ്യുന്ന? ആ ശരി, മതി. ഓക്കെ, നിസ്കാരം. യെസ് 5 നേരം നിസ്കരിക്കട്ടെ. ഡബ്ല്യു ഡിവിഷൻ ബ്രോ, ഡിവിഷൻ. അത് വേറെ പറ, അടുത്ത പറ. എല്ലാ ദിവസവും രാവിലെ ജിമ്മ്, ഡയറ്റ്, ഇവന്റെ ഈ വാരി വലിച്ചുള്ള തീറ്റ നിർത്തിക്കണം. 5 നേരം നിസ്കരിക്കട്ടെ. പഠിക്കാൻ എന്തെങ്കിലും ഒരു കോഴ്സോ ഇതോ പഠിക്കാനും വിടാം. ഹോം ക്ലീനിങ് എല്ലാം ഓൾറെഡി ഇവിടെ ദാമുണ്ട്. ഹോം ക്ലീനും ചെയ്യട്ടെ. ക്ലീൻ ഓനെ അത്യാവശ്യം ചെയ്യുന്ന, എന്നാലും ഫുൾ ക്ലീനിങ് ഓനെ ഏൽപ്പിക്കും.
വേറെ പറ. പഠിക്കാൻ വിടുക, ഒരു കോഴ്സ് പഠിച്ച് പാസ്സാവണം. എന്ത് കോഴ്സ്? അടി ഈ ബുദ്ധി ഇല്ലാത്തവന് എന്ത് കോഴ്സ് പഠിപ്പിക്കും? അവിടെ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി എന്ത് ചെയ്യും? അതാണ് ഞാനും ആലോചിക്കുന്നത്. ചാനലിന്റെ പേര് മാറ്റി. ഇനി ശരിക്കും ഇതിൽ ആരും ലൈവ് ചെയ്യാൻ പോകുന്നത്? എന്താ സംഭവം? എന്താ നമ്മളെ പ്ലാൻ? എന്താ ഇതെന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, ഇതിന് തിരിച്ചാക്കാൻ കഴിയില്ല മോനെ. ചാനലിന്റെ പേര് ഒരിക്കൽ മാറ്റി കഴിഞ്ഞാൽ പിന്നെ 90 ദിവസത്തേക്ക് പേര് മാറ്റാൻ പറ്റില്ല. മറിച്ച് ഇതും മാറ്റിയാലോ? ഗ്യാങ്ങിന്റെ എന്തെങ്കിലും ഇത് ബാനർ എടുത്ത് വിടട്ടോ കേട്ടോ. എന്നിട്ട് ആരാ ഇനി ലൈവ് ചെയ്യാൻ പോകുന്നത്? അവൻ തീരുമാനാക്ക ആരാ ലൈവ് ചെയ്യാൻ പോകുന്നതിന്. നിന്നെ ഇനി ഇല്ല മോനെ, നീ ഇനി വേണ്ട. ഇല്ലടാ, നിന്റെ നീ ഇനി നന്നായി ഉറപ്പായി കഴിഞ്ഞിട്ട് നീ തിരിച്ചു കയറിക്കോ. അല്ല, ഞാൻ പറയട്ടെ, മോനെ ഞാൻ പറയുന്നത്, നീ നല്ല നടപ്പ് കാണിച്ചാ നിന്നെ തിരിച്ചെടുക്കാം. ഓക്കെ, അതുവരെ നീ ഇങ്ങനെ പോ, വേറെ വഴിയില്ല. ഇത്രയും ഇതന്നെ നിനക്ക് എത്രയോ സുഖാന്ന് നീ ആലോചിച്ച് നോക്ക്. നിന്നെ പുറത്താക്കാൻ നിന്നെടുത്തുനിന്ന് ഇത്രയും ഇതിലേക്ക് കുറഞ്ഞ് നിന്റെ പണിഷ്മെന്റ് മനസ്സിലായി. ഇത് നല്ലതാ നിനക്ക്. അല്ല, ലൈവിൽ എന്തായാലും ഇനി വേണ്ട, മമ്മ വേണ്ട. ഇനി നല്ല ഇതിലേക്ക് ആയിട്ട് മതി. ഹെയർ കട്ട് മൊട്ട അടിപ്പിച്ചാലോ ചാറ്റ് എന്ത് പറയുന്നത്? അത് ഒരിക്കലും ഇവൻ മറക്കൂല. മൊട്ട അടിപ്പിക്കാം, അത് ഇവൻ മറക്കൂല. ഇവനൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാധനം കൊടുക്കേണ്ടത് അല്ല. മമ്മു അഡ്മിറ്റ്സ് ഹിസ് മിസ്റ്റേക്ക് ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹിസ് ഫോൾട്ട്. തൊപ്പി ആസ് എ സീനിയർ യു ഷുഡ് ഹാവ് ഗൈഡഡ് ഹിം. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് നോട്ട് ഹിസ് അലോൺ. കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ബ്രോ. അതാ ഞാൻ പറഞ്ഞത്. ഷെയർഡ് മിസ്റ്റേക്കാ, ശരിയാണ്. എല്ലാവരുടെ മിസ്റ്റേക്ക് തന്നെയാണ്. എല്ലാവരും അല്ല, എൻ്റെ തന്നെ കൂടുതൽ എൻ്റെ മിസ്റ്റേക്ക്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ബ്രോ. അതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പണിഷ്മെന്റ് ഇതെല്ലാം കൊടുക്കുന്നത്, മനസ്സിലായോ? അല്ലാണ്ട് ഞാൻ ഇവിടെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരാളായിപ്പോ. ഇവർ അടുത്തൊരു പരിപാടി ഇതുപോലെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അത് നടക്കൂല. അതാ ഞാൻ പറയുന്നത്. നോ ഫോൺ കട്ട് ചെയ്താലോ? ഫോൺ വേണ്ട. സെബിച്ച വിളിക്കുന്ന സെബിച്ച ലൈവാ ആ ഒരു മിനിറ്റ്. എന്താ? മനസ്സിലായില്ല. അതായത് വരാപ്പുഴ. ഫോറാ? ഞാൻ നാളെ പറഞ്ഞാൽ മതിയോ? നാളെ സെറ്റാക്കാം. ഇല്ലല്ല, മറക്കൂല. നിങ്ങ എന്തേലും അറിയുന്നുണ്ടോ? ഇത് മമ്മുവിന്റെ സംഭവം അറിയുന്നുണ്ടോ? മമ്മു പൊളിയല്ലേന്നാ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? എന്നെ എല്ലാരും എനക്ക് 2 ദിവസം ഇന്നലെ ഇന്നുമായിട്ട് ഫുള്ള് കോള് വരെയെന്ന്. എല്ലാരും വിളിച്ചിട്ട് മമ്മൂന്റെ കേസ് പറയും. ഇവൻ കണ്ട് ഇന്റർവ്യൂ പോയിട്ട് തന്തയില്ലാത്തരം വിളിച്ച് പറഞ്ഞില്ലേ, കുളിസീന് ഒളിഞ്ഞു നോക്കി അത് ഇതൊന്നും പറഞ്ഞിട്ട്. നിങ്ങ മാത്രമേ എന്നെ വിളിക്കാണ്ടുള്ളൂ. ബാക്കി എല്ലാരും വിളിച്ചു, നിങ്ങൾ മാത്രമേ വിളിക്കാണ്ടുള്ളൂ. ഇവൻ പോയി കുളിസീന് ഒളിഞ്ഞു നോക്കി എന്നെല്ലാം പറഞ്ഞ സീനായില്ലേ? ആങ്കർ ആണെങ്കിൽ നല്ലോണം മൂപ്പിച്ചു കൊടുക്കാനുള്ള അവിടെ ഇരിക്കുന്നുണ്ട്. ഓളോ ഞാൻ ദേഷ്യം വരുന്നുണ്ടോളോ ആലോചിക്കുമ്പോ. മസ്താനി ഒന്നല്ല, വേറൊരുത്തി. അത് തന്നെ. അപ്പൊ ശരി, ഞാൻ ലൈവ് ഞാൻ വിളിക്കാം. ഞാൻ നാളെ മറ്റേന്ന് നോക്കിയിട്ട് ഞാൻ ഡീലാക്കി തരാം. ഓക്കെ ശരി, ഓക്കെ ബൈ. അപ്പം എന്താ നമ്മളെന്താ പറഞ്ഞോണ്ടെന്ന്? SIR 19. Warrior game, thanks for the 19.99 Saudi Arabia. I've been trying to call GP number, discuss this issue. I'm calling from Saudi. Don't be harsh to him now. എടാ എന്നാ നമ്പർ GP നമ്പർ വിളിച്ചാൽ കിട്ടൂല. എന്നെ കിട്ടണമെങ്കിൽ വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണം. ഇവിടെ ഉള്ള മമ്മുവിനെ വിളിക്കണ്ട. മുനുവോ റാംബോ അങ്ങനെ ആരെങ്കിലും. മമ്മൂനെ പ്രോപ്പർ
ജീവിതമാണ് മമ്മു നയിക്കാൻ പോകുന്നത്. എടാ മോനെ ഇത് നല്ലതാണ്, വേണ്ടാന്ന ഇത് നിനക്ക് നല്ലതാ, ഇത് നിന്റെ നല്ലേനാ വേണ്ട, എനിക്ക് മനസ്സിലായിട്ടില്ല, ഇത് നിന്റെ നല്ലേനാ. എടാ മുത്തേ നിന്റെ നല്ലേനല്ല നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ എന്തിക്കുന്നേ. ഞാൻ സെറ്റാക്കി ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നാളെ മുതല് മോനെ കുറച്ച് കാലത്തേക്ക് നീ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഓക്കെ, MRG ഗ്യാങ്ങിന്ന് നീ ഔട്ട്. ഓക്കെ, ഗ്യാങ്ങിന്ന് നീ ഔട്ട്. കുറച്ചു കാലം നീ നല്ല ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ തിരിച്ചു കയറ്റാം. ഓക്കെ, വിട്ടോ. ഇന്റർവ്യൂ ഡിലീറ്റ്, ആഡ് ഡിലീറ്റ് ചെയ്യാൻ ഇവരൊന്നും ഡിലീറ്റ് ചെയ്യൂല, ഇമാര് ഡിലീറ്റ് ചെയ്യൂലടാ. ക്ലിപ്പ് മൊത്തം പുറത്തും പോയി. എല്ലാത്തിനും സംഭവം തന്നെ അല്ലേ, നമ്മള് പ്രതീക്ഷിക്കാണ്ടല്ലേ ഇത് നടക്കുന്ന. കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് കോഴ്സാ. ആയിരിക്കും മമ്മൂന. അതിനാദ്യം മലയാളം അറിയണ്ടേ? മലയാളം പോലും ഇവന് മര്യാദയ്ക്ക് അറിയില്ല. ഇവനാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അയക്കുന്നത്. ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. വെറുതെ വിട്ടു നോക്കാം, പക്ഷെ ഒരിക്കലും ഇവനത് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഐഡിയടാ, ഇവനൊരു ബുദ്ധിയില്ലായ്മന്റെ അങ്ങേയറ്റാണ് കാര്യം പറഞ്ഞ, മനസ്സിലായോ? ഡിലീറ്റഡ് വീഡിയോ, ഡിലീറ്റഡ് വെറൈറ്റി വീഡിയോ ഡിലീറ്റ് ചെയ്തോ? സ്ട്രൈക്ക് കിട്ടിയോ? അതിന് ക്ലിപ്പ് മൊത്തം പുറത്തു വേണം. ഇനി ഡിലീറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ ഒരുപോലെ തന്നെ അല്ലേ. ശരിക്കും അവർ ഡിലീറ്റ് ചെയ്തോ നോക്കട്ടെ. ഓ ഡിലീറ്റ് ചെയ്തടാ. കുറെ ആൾക്കാർ ഇതേപോലെ അലിഗേഷൻസ് പറയുന്ന സമയത്ത് സ്ട്രൈക്ക് അല്ല, സ്ട്രൈക്ക് ആണെങ്കിൽ ഒരു വീഡിയോ പോകും. ഇത് 3 വീഡിയോ. മമ്മൂന്റെ എല്ലാ ഇന്റർവ്യൂവും കളഞ്ഞ് ഫോൺ നോക്കിയ എഡ്യൂക്കേഷൻ ജിമ്മ് അതെല്ലാം നമുക്ക്. എടാ നോക്കിയ അവിടെ ഒരു സ്വിച്ചിന്റെ ഫോൺ വാങ്ങണം. ഇവനെ ടച്ച് ഫോണോ ഇതോ കൊടുക്കണ്ട, മനസ്സിലായോ? 24 വന്നോ? കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് തടവുകാർ. ഇതാണോ 24 വന്നത്? വെറുതെ ഇല്ലാത്തവന്ന് പറയുന്നേടാ. 24 വന്നിട്ടില്ല. അപ്പൊ ചാറ്റ് വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് വിടുന്ന അവിടെ അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും ഇവനെ കൊള്ളൂല, മനസ്സിലായോ? അത് നിങ്ങൾ പറയല്ല. എടാ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോയാ എനക്ക് കാണുമ്പോൾ നമുക്ക് അടിക്കാനാ തോന്നുന്നു. അങ്ങോട്ട് പോ മോനെ. 2 ദിവസം കഴിയട്ടെ, എനക്ക് ഇപ്പൊ നിന്നെ കാണുമ്പോൾ നമുക്ക് അടിക്കാൻ തോന്നുന്നു. അതാ പ്രശ്നം. 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. ഓക്കെ, 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. അപ്പൊ നീ ഇപ്പൊ പോ എന്റെ മുന്നിന്നോ. റെഡ്യൂസ് ഹിസ് ഫെസിലിറ്റീസ്, അതല്ല അത്രേ ഉള്ളൂ. ഇവന്റെ ഒരു തൊഴുത്തു പോകാത്ത റൂമുണ്ട്, ഇവനൊരു റൂമും വേണ്ട. ഞാൻ പറയുന്നത് ഇവൻ സെൻട്രൽ ഹാളിൽ കിടക്കട്ടെ, എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോട്ടെ, ഡയറ്റ് പ്ലാൻ ഇതാക്കട്ടെ, 5 നേരം നിസ്കരിക്കട്ടെ, പഠിക്കാൻ പോട്ടെ, എല്ലാം ചെയ്യട്ടെ. അപ്പോൾ ഇവൻ നന്നായിക്കോളും. ഓക്കെ, ഒരുത്തനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, 1 മില്യൺ. എടാ 1 മില്യൺ അടിച്ചിട്ട് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായാലടാ. അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്താലോ, പോയി കേക്കാറ്റം വാങ്ങിച്ചാലോ? വേണ്ടടാ. ഇതങ്ങനെ കറക്റ്റ് ഇന്നത്തെ ദിവസം തന്നെ 1 മില്യൺ അടിച്ചത് നമ്മള്. കറക്റ്റ് 995K ആയപ്പോഴത്തേക്ക് തന്നെ ഇങ്ങനത്തെ ഒരു ഇത് വന്ന് വീണല്ലേ. ഓക്കെ. അപ്പം ഇനി മുതൽ ലൈവില് മമ്മു. എടാ പോയാട്ടെ, എടാ നീ അപ്പുറത്തേക്ക് പോ. എടാ ഒന്ന് കൊണ്ടുപോ, അതിനെ കൊണ്ടുപോ. ഓവറാക്കല്ല മോനെ, പോയിട്ട് ആടെ ഇരിക്കും. നിന്നെ ഞാൻ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. നീ ഇങ്ങനെ ഓവർ കളിക്കല്ലേ, നിന്റെ ആക്ടിങ് ഒന്നും ഇവിടെ എടുക്കല്ല, മനസ്സിലായോ? നിന്നെ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ നിനക്ക് നാളെ മുതൽ തരും, അത് കൃത്യമായിട്ട് ചെയ്യുക. ഒരു കാര്യങ്ങൾ തെറ്റിച്ചാൽ ഞാൻ നേരെ അയക്കും ബോർഡിങ്ങിലേക്ക്. വേറെ ഒരു വർത്താനവും ഇല്ല. ഓക്കെ, കൊണ്ടുപോ മുനോ കൊണ്ടുപോ. ഹെയർ കട്ട് ലൈവ് എന്ന് പറഞ്ഞിട്ട് മൊട്ട അടിപ്പിക്കണോ?
ബോഡി ബിൽഡർ ഇവനാ ഈ വീപ്പക്കുറ്റി ടാങ്കർ ലോറിയാ നടന്ന് തന്നെ. Don't forget your mistakes that you have done worse than he did. Oh, he gives some space, make him realize his own mistake. If this is reliant thing, making him alone is a great way. ശരിയാണ്. ഞാൻ ഇരുമ്പല്ല തെറ്റുകൾ ചെയ്തിനാ ഞാൻ അങ്ങനെ ഈ പെണ്ണുങ്ങളെ ഇതാക്കിയിട്ട് ഇങ്ങനത്തെ കേസ് എനിക്ക് ഇല്ലടാ. എൻ്റെ മൊത്തം ഈ ബളിക്കേസും അങ്ങനത്തെ എല്ലാം കേസാണ്, മനസ്സിലാവും. എൻ്റെ കോൺട്രവേഴ്സികളൊന്നും ഇങ്ങനെയല്ല. ഇങ്ങനത്തെ ഇത് ഞാൻ പിടിക്കൂല മോനെ, ഇങ്ങനത്തെ കേസ് ഞാൻ പിടിക്കൂല, മനസ്സിലാവും. പിന്നെ കാരണം പണ്ട് ശരിയാ, ഞാൻ പണ്ട് കുറെ ചെയ്തിന്. അതാണ് ഞാൻ പിന്നെ കുറച്ചെങ്കിലും ഇവനോട് ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നത്, മനസ്സിലാവും. നമ്മളെല്ലാം അങ്ങനത്തെ പരിപാടിയാണ്. നീ അതിന് മാറാൻ എന്തുണ്ട്? നീ പണ്ട് ഇങ്ങനത്തെ അല്ലടാ മാറി. നീ ഒറ്റ ഒരുത്തൻ കാരണം ഇത് മൊത്തം ഉണ്ടായത്. നിന്നെ ഞാൻ കുറ്റം പറയാം, മനസ്സിലാവും. നീ ഒറ്റ ഒരുത്തനാണ്. ഓന് ബുദ്ധിയില്ല, ഓന് ഐഡിയാണ്. പക്ഷെ നീ അങ്ങനെയല്ല, എനിക്ക് ബുദ്ധിയുണ്ട്. എന്നിട്ട് നീ ആടെ ഇരുന്ന് കേട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ പുറത്തായി പോയടാ. മാസ് റിപ്പോർട്ട് ഓൾ വീഡിയോസ് ഇറ്റ് വിൽ ബി ഡിലീറ്റഡ് എൻജോയ്. ഓ മാസ് റിപ്പോർട്ടാണോ അത്? മാസ് റിപ്പോർട്ടിലാണ് ഇത് പോയത്, വീഡിയോ പോയത്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് പോയി റിപ്പോർട്ട് ചെയ്തതാ ലൈവില് ആണോ? അങ്ങനെ പോയതാ വീഡിയോ? When he back with the 6-pack, rejoin him to the gang. Okay, 6-pack വരെ തിരിച്ചു വരട്ടെ. അങ്ങനെയാണെങ്കിൽ അപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കയറ്റുണ്ടോ? 6-pack വരെ തിരിച്ചു വന്ന ഗാങ്ങിലേക്ക് തിരിച്ചു കൊടുക്കാം. നിസ്കാരം കൊള്ളത്തില്ല, കട്ട് ഹെയർ എന്നാ. എടാ നിസ്കാരം കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കാര്യമുണ്ട് മോനെ. നിസ്കരിക്കാൻ തുടങ്ങിയാൽ ഡിസിപ്ലിൻ വരും. അങ്ങനെ ഒരു സംഭവം നിസ്കാരത്തിൽ വിശ്വാസത്തിൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡിസിപ്ലിൻ ഇതാക്കുന്ന കാര്യമാണോ. അത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒന്നല്ല. നിസ്കരിക്കുമ്പോൾ അത് വേറെ ഒരു ഇതാണ്, അത് വേറെ സംഭവം. നമ്മൾ എന്തെല്ലാം കുറ്റം പറയുകയാണെങ്കിൽ ഉസ്താമാരെയും ദർശനിയും നിസ്കാരത്തിനെല്ലാം അത്ര കുറ്റം പറഞ്ഞാലും ഇതിലെല്ലാം കുറച്ച് കാര്യമുണ്ട്, മനസ്സിലാവും. ഇതെല്ലാം മമ്മൂന് തീരെ പക്വതയില്ല, അവനെ പുറത്താക്കൂ. SV വ്ളോഗ് അറിയുന്നുണ്ട്. അവനെ പുറത്താക്കിയ പോലെ തന്നെയാണ് ഉള്ളത്. അവനെ പുറത്താക്കി. പിന്നെ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഗ്യാങ് എന്തായാലും ഇവനെ ഔട്ടാ. ഓക്കെ, ഇനി ഗ്യാങ് പരിപാടികൾക്ക് മമ്മു ഇല്ല കുറച്ചു കാലത്തേക്ക്, നന്നാവുന്ന വരെ. 24 and റിപ്പോർട്ട് ഇൻസ്റ്റാ റീലുണ്ട്. ഓക്കെ, നോക്കാം. മതി ബ്രോ. ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാവരും ഇത് ഇട്ട് ആഘോഷിക്കാൻ ഒന്നാമത്തെ കാര്യം. ആ കാര്യം പറയാല. ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അടുത്ത ബാക്കി ലൈവ് ചെയ്യാനും ഇവിടെ കോമഡി കാണിക്കാനും എൻ്റർടൈൻമെൻറ്റ് എല്ലാ ദിവസത്തെയും പോലെ ഇവിടെ പാട്ടും വെച്ച് ഡാൻസും കളിച്ച് വീഡിയോ റിയാക്ട് ചെയ്ത് ഗെയിമും കളിച്ച് പോകാനുള്ള അങ്ങനത്തെ ഒരു മൈൻഡല്ല ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനും നിങ്ങളെയും കൂടെ അഭിപ്രായം ചോദിക്കാനും കൂടിയാണ് ഇവിടെ വന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് പറ, പറ. എന്തായാലും ഒരു മ്യൂസിക്കൽ മറ്റേ ഇതുപോലത്തെ എന്തായാലും പറയാ കോമാളിത്തരങ്ങളോ ഇതും ഇന്നില്ല. ഓക്കെ, അത് പ്രതീക്ഷിക്കണ്ട. ഇന്നാരും ഇന്ന് ലൈവ് നിർത്തിയാണ്. അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറ. 1 more ചാൻസ് ഇല്ലടാ. ചാൻസ് എന്തായാലും ഇല്ല. എടാ ഇതന്നെ ഒരു ചാൻസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇവിടെ പുറത്ത് കൊണ്ടുപോയി പുറത്താക്കേണ്ട സ്ഥാനത്ത് പുറത്താക്കാണ്ട്, മീൻസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി ബോർഡിങ് കൊണ്ടാക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഇങ്ങനെയെങ്കിലും ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചാൻസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. ഗ്യാങ്ങിൽ നിന്ന് ഔട്ടായെങ്കിലും MRC ഔട്ടായെങ്കിലും ഇവനിവിടെ നന്നായി നമ്മളൊരു ചാൻസ് കൊടുക്കുകയാണ്, മനസ്സിലാവും. അത് നമുക്ക് നോക്കാം. വേറെ എന്തുണ്ടെങ്കിൽ പറ. സാലറി കട്ട്. അത് മെയിൻ ഞാൻ പറയാൻ മറന്നുപോയി. ഇവരിവിടെ ഒരു ജോലി ഇവിടെ ചെയ്യുന്നത്. ഇവന്റെ സാലറി കട്ടാണ്. ഓക്കെ, ഇവൻ എന്തായാലും എൻ്റെ സാലറി കട്ടാണ്. എൻ്റെ സാലറി ഇല്ല. ഇനി ഇവൻ്റെ വീട്ടിലേക്കുള്ളത് ഞാൻ വേണമെങ്കിൽ വീട്ടിലേക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാം. അത് ഞാൻ ചോദിച്ചിട്ട് അത് ഞാൻ നോക്കി ചെയ്തോളാം. ഞാൻ കോൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നോക്കി ചെയ്തോളാം. ഓക്കെ, ഇവൻ്റെ കയ്യിലേക്ക് 10 പൈസ ഞാൻ കൊടുക്കൂല. 10 പൈസ ഞാൻ കൊടുക്കൂല. അത് ഞാൻ പറയാറാ. ഇവൻ്റെ പരിപാടി ഇവൻ്റെ കയ്യിൽ ഒരു 10 പൈസ ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, അത് ഞാൻ എടുത്ത തീരുമാനം. ബ്രോ അവനൊരു ഫാദർ ഫിഗറാണ്, സോ ഗൈഡ് ആസ് എ ഫാദർ. അതന്നെടാ ഞാൻ ചെയ്യുന്നത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അല്ലെങ്കിൽ ഞാൻ പണ്ട് എൻ്റെ ഉപ്പ എന്നോട് ചെയ്ത പോലെ ഞാൻ എന്തെങ്കിലും ചെയ്തപ്പോൾ അപ്പം തന്നെ എന്നെ പിടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ എന്നോട് ഒരിക്കലും ഞാനുമായിട്ടുള്ള ബന്ധം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ എനിക്ക് എന്തെല്ലാം സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അത്രയും മുമ്പേ ജീവിതമാണ് ജീവിച്ചത്. ഓക്കെ, അങ്ങനെ ഇവനാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? ഓനെ എടുത്ത് പുറത്തിടുന്ന അല്ലെങ്കിൽ ഓനുമായിട്ടുള്ള ബന്ധം ഇതാക്കുന്നില്ലല്ലോ. ഞാൻ മാക്സിമം ഓനെ നന്നാവാൻ വേണ്ടി ട്രൈ ചെയ്യാൻ. ഓക്കെ, അപ്പം അങ്ങനെ ഇതാക്കല്ല ബ്രോ. അവനെ ഒരു ദിവസം ഓർഫനേജിൽ കൊണ്ടുപോയി കാണിക്കുക, അവിടുത്തെ ജീവിതം ഒന്ന് മനസ്സിലാക്കട്ടെ. ഓർഫനേജിലുണ്ട് അവിടെ. നിങ്ങൾ ഓവറാക്കല്ല, അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യിപ്പിക്കുക. ഇവനെ ഞാൻ നന്നാക്കിക്കോളാം. ഓക്കെ, ഇവനെ ഞാൻ നന്നാക്കും. അതുപോലെ കോൾ ആങ്കറിനെ വിളിക്കണം. നിങ്ങൾക്ക് ആങ്കറിന് എന്താ പറയാനുള്ളത് നോക്കാം നമുക്ക്. അങ്ങോട്ട് ഒന്ന് കേൾക്കാമല്ലോ നമുക്ക്. എടുക്കൂല, എന്തായാലും എടുക്കൂല. അപ്പം അത്രേ ഉള്ളൂ ചാറ്റ്. ഇന്നത്തെ ലൈവിൽ അങ്ങനത്തെ ബാക്കി കോമാളിത്തരങ്ങളോ ഡാൻസ് പാട്ട് ഒരു പരിപാടിയും ഇല്ല. നമുക്ക് കുറേ ക്ലിപ്സ് എല്ലാം ഡിസ്കോഡിൽ റിയാക്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. എല്ലാം റിയാക്ട് ചെയ്യണം. എന്തായാലും അടുത്ത ലൈവിൽ വന്നിട്ട് ഞാൻ ബാക്കി പണിയെല്ലാം തീർക്കാം. ഇന്നെന്തായാലും ഇങ്ങനൊരു ദിവസം ആയിപ്പോയി. 1 മില്യൺ സെലിബ്രേഷനുള്ളൊരു ദിവസം കൂടി അല്ലട ഇത്. അതാണ് പ്രശ്നം. ഓക്കെ, അത്ര ഇതായിപ്പോയാലേ, അത്രയും താഴേക്ക് പോയിപ്പോയാടാ. കാര്യം പറയാലോ. പ്ലീസ് ബി ഓക്കെ മമ്മു. Please be okay, Mamo. We can't see you crying. You should be strong. You are our hero. You are our hero. You will be back with full power. You are always in our heart. അവൻ വെറുതെ കോമഡിക്ക് പറഞ്ഞാണ്. ഇതിലും വലുത് കുറേ എണ്ണം പറഞ്ഞിട്ടെല്ലാം ഉണ്ട്. ഞാൻ കോമഡിക്ക് പറയുന്നല്ലേ ഇതെങ്കിലും. ഇങ്ങനൊരു ഡോസെങ്കിലും അവനക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ, മനസ്സിലായി, ഇങ്ങനൊരു ഡോസെങ്കിലും അവന് കൊടുത്തിട്ടില്ലെങ്കിൽ അവന് ഒരിക്കലും നന്നാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തത്. ഓക്കെ, അപ്പം എന്തായാലും ഗുഡ് നൈറ്റ് ഗൈസ്. നാളെ വരാം. നാളെ രാത്രി എന്തായാലും നാളെ ലൈവ് ചെയ്യാം അല്ലേ? നാളെ ലൈവ് ചെയ്യാം അല്ലേ? നാളെ ചെയ്യുന്നോ? നാളെ ലൈവ് ചെയ്യാം. നാളെ എന്താ പരിപാടി ഒന്നും നമ്മളെ മറന്നല്ലോ. നാളെ രാത്രി എന്തായാലും ലൈവ് ചെയ്യാം. ഓക്കെ, ഇന്നെന്തായാലും ഇനി ഒന്നും ചെയ്യാനുള്ള ഇതിലല്ല. ഓക്കെ, അപ്പം നാളെ വരാം ഗൈസ്.